പരീക്ഷ എഴുതിയിട്ട് വരുന്ന പിള്ളാടി ചോദിച്ചു, മോനെ നീ ജയിച്ചോന്ന് ചോദിച്ചപ്പോൾ അച്ചായനോട് പറയുകയാണ്, അച്ചായ മറ്റേ വക്കീലിൻ്റെ മോൻ തോറ്റുപോയി, എടാ നീ ജയിച്ചോന്ന്. മറ്റേ ഡോക്ടറുടെ മോൻ തോറ്റുപോയി, എടാ നീ ജയിച്ചോന്ന്. മറ്റേ എൻജിയുടെ മോനും തോറ്റുപോയി, എടാ നീ ജയിച്ചോന്ന്. ഡോക്ടറുടെ മോനും തോറ്റു, എൻജിയുടെ മോനും തോറ്റു, വക്കീലിൻ്റെ മോനും തോറ്റു, പിന്നെ അച്ചായൻ്റെ മോൻ ജയിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ എൻ്റെ പൊന്നച്ചാ വെക്കാന്ന്. അപ്പോൾ അവൻ്റെ സന്തോഷം അതെപ്പോഴും നമ്മൾ പറയുന്നതല്ലേ, കണക്കൊക്കെ എഴുതിയിട്ട് കണക്കാമിക്കാറും പാടാം അല്ലേ, പാടിയിട്ട് വളരെ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും പാടായിരുന്നു. അപ്പം കൊച്ചിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും പാടാൻ. ഇതിനെ നമുക്കും ആശ്വസിക്കാം. നീതിമാൻ ആരും ഇല്ല, ഒരുത്തം പോലും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം. അങ്ങനെ ദൈവദേശം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇനി എന്താ വഴി? അങ്ങനെ മനുഷ്യൻ പാപം ചെയ്യും. ഏകമനുഷ്യനാൽ പാപവും, പാപത്താൽ എന്തുണ്ടായി? മരണമുണ്ടായി. ഈ മരണം എന്ന തിന്മ, ആ തിന്മ ഒരു വലിയ തിന്മയാണ്. ശാരീരിക മരണമുണ്ട്, അത് വളരെ ഗൗരവമായിട്ട് ഓർക്കണം. ശാരീരിക മരണമുണ്ട്, പിന്നെ ആത്മമരണമുണ്ട്, നിത്യമായ മരണമുണ്ട്. ഈ ശാരീരിക മരണവും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. മരണത്തിനൊരു വലിയ താളം ഉണ്ടായിരുന്നു ഈ പാപം ഉണ്ടായിട്ട് പോലും. അതൊക്കെ 900 വർഷം വരെ അങ്ങനെയൊക്കെ മതിച്ചില്ല, ഇങ്ങനൊരു റേഞ്ച്. എന്നാൽ നോഹയുടെ കാലം പാപം പെരുകിയപ്പം ദൈവം പറയുന്നു, ഞാൻ അവൻ്റെ ആയുസിനെ എന്താക്കി മാറ്റും? 120 മാറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം കാണുന്നു, സംഗീതത്തിൽ വരുമ്പം കാണുന്നു മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായ 80. അന്നൊക്കെ എല്ലാത്തിനും ഒരു താളം ഉണ്ടായിരുന്നു. അബ്രഹാം മരിച്ചു, അവൻ മക്കളടക്കി, ഇസഹാക്ക് മരിക്കുന്നു, അടക്കുന്നു. യാക്കോബ് നമ്മൾ കാണുന്നു മരണകാലത്തേക്ക് യോസഫിനെ എല്ലാം കൂടെ വിളിക്കുന്നു, എന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് വളരെ സമാധാനമായിട്ട് കട്ടിമേക്കാലൊക്കെ കയറ്റി വെച്ച് മരിക്കുന്നു. യോസഫാണ് എൻ്റെ അസ്ഥി കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് മരിക്കുന്നു. അങ്ങനെ അപ്പം മരിക്കുന്നു, മക്കളടക്കുന്നു. ഇതായിരുന്നു താളം. എന്നാൽ ഇന്ന് എന്തോ സംഭവിച്ചെന്നറിയാമോ? മരണം രംഗബോധമില്ലാത്ത കോമാളി പോലെ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അടിസ്ഥാന കാര്യം, പാപം പെരുകിയപ്പോൾ താളങ്ങൾ തെറ്റാൻ തുടങ്ങി. ഇതാണ് പ്രശ്നം. അപ്പോൾ താളം തെറ്റിയ ലോകത്ത് താളബദ്ധമായ ഒരു ജീവിതശൈലി ഉണ്ടാകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാകുമ്പോൾ എല്ലാ താളങ്ങളും ശരിയാകും. കരമടിച്ച് എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മരണത്തിൻ്റെ പോലും താളങ്ങൾ. അതുകൊണ്ട് ഒരാൾ നേരത്തെ പോയാൽ അതൊന്നും പാപമാണെന്ന് പറയാൻ ഞാൻ ആളല്ല. എങ്കിലും ഒരു കാര്യം എനിക്കറിയാം, താളം തെറ്റിയിടത്ത് എല്ലാം താളം തെറ്റാൻ തുടങ്ങും. അടിസ്ഥാനപരമായി മനുഷ്യൻ ശരിയാകാൻ ഒരേ ഒരു വഴി, ദൈവബന്ധം ശരിയായ, ദൈവത്തോടുള്ള ബന്ധം ശരിയാകുമ്പോൾ അവൻ്റെ എല്ലാ താളങ്ങളും ശരിയാകാൻ തുടങ്ങും. അതാണ് അതിൻ്റെ സത്യമെന്ന് വിശ്വസിക്കുന്നവർ ഇന്നിവിടെ ഉണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, താളം തെറ്റിയ എല്ലാ ബന്ധങ്ങളും, താളം തെറ്റിയ ജീവിത ശൈലികൾ, താളം തെറ്റിയ പ്രാർത്ഥനാ ജീവിതങ്ങൾ, താളം തെറ്റിയതെല്ലാം ശരിയാകുമ്പോൾ അതിനൊരേ ഒരു അടിസ്ഥാന കാര്യം, ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാകുക. അപ്പം എന്ത് സംഭവിക്കും? ജീവിതം എല്ലാം ഒരു താളത്തിലേക്ക് വരും, ഒരു റിതത്തിലേക്ക് വരും. പ്രപഞ്ചത്തിൻ്റെ പോലും പ്രശ്നം ഇതാണ്. എന്തുകൊണ്ട് വല്ലാതെ വേനലുണ്ടാകുന്നു? പ്രകൃതിയുടെ താളം തെറ്റുന്നു. പ്രകൃതിയുടെ താളം തെറ്റാൻ കാര്യം എന്താ? മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. ഞാൻ എക്കോളജി പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുകയല്ല, പക്ഷേ അടിസ്ഥാനപര കാര്യമാണ് മനുഷ്യൻ്റെ സ്വാർത്ഥത. അപ്പോൾ താളം ഉണ്ടാകണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാകണം. അങ്ങനെ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യനിലേക്ക് പാപം കടന്നു വരാൻ തുടങ്ങി. ഈ പാപം മരണത്തെ കൊണ്ടുവന്നു. അത് ശാരീരിക മരണമായി. താളം തെറ്റിയ മരണങ്ങൾ ഇന്നൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. പക്ഷേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും എല്ലാവരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും എൻ്റെ സഭയെ പറയുകയും ചെയ്യുന്നുണ്ട്. മക്കൾ അപ്പൻ അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മുഖം മൂടാതിരിക്കാൻ എല്ലാ അപ്പനും അമ്മയും പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ താളം മറ്റൊന്നായിരുന്നു. അപൂർവമായ കായിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഒഴിച്ച് അത് നാച്ചുറൽ അല്ല. അല്ലാത്തിടത്തെല്ലാം ഇങ്ങനെ ഒരു താളത്തിലാണ് കാര്യങ്ങൾ പോകുക. എന്ന പാപം താളത്തെ തെറ്റിക്കുമ്പോൾ എൻ്റെ ചെറുപ്പക്കാരെ, ദൈവത്തോടുള്ള ബന്ധം ശരിയായാൽ ജീവിതത്തിലൊരു വലിയ താളത്തെ കർത്താവ് കൊണ്ടുത്തരും. അതിങ്ങനെ കർത്താവിൻ്റെ ഒരു റെയിലിലൂടെ പോകാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് അടിസ്ഥാനപരമായി എവിടെയെങ്കിലും പാളം തെറ്റിയാ ഓടുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധി നമ്മിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ ആ റെയിലിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നിന്നെ ശുഭ തുറമുഖത്തെത്തിക്കുന്ന ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ തുടങ്ങും. കരമടിച്ച് എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ ചെറുവക്കൽ കൺവെൻഷന് വളരെ പ്രധാനപ്പെട്ട ഒരു കൺവെൻഷൻ. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് വെറും കേൾക്കാൻ വേണ്ടി മാത്രമല്ല. വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ദ വിക്ടറി ദാറ്റ് ക്രൈസ്റ്റ് ഗെയിൻഡ് ഓൺ ദ ക്രോസ്. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ നേടിയെടുത്ത, നമുക്ക് കർത്താവിലൂടെ ലഭിക്കുന്ന എല്ലാ സന്തോഷത്തെയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ചിന്തിക്കാനും പഠിക്കാനും സ്തോത്രം ചെയ്യാനും സ്തുതിക്കാനും ആരാധിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും എല്ലാവരും അല്പസമയം കരങ്ങളെ തട്ടി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും താളം തെറ്റി ഓടുന്നുണ്ടെങ്കിൽ, എവിടെയോ പാളം മാറുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, എവിടെയോ ഇന്ന് ആത്മാവിൽ കർത്താവ് മനസാക്ഷിയിൽ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ പാളം തെറ്റിയാണ് ഞാൻ പോകുന്നെന്ന് ഒരു ചിന്തയുണ്ടെങ്കിൽ, നിന്റെ നിഴല് പോലെ നിന്നെ പിന്തുടരുന്ന ഒരു മരണത്തിന്റെ കരാള ഹസ്തത്തിൽ നീ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഒരു പാളത്തിലേക്ക് കയറി വന്നാൽ ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ഒരു മടങ്ങി വരവന്റെ രാത്രിയാകട്ടെ. പാളങ്ങൾ ശരിയാ
ട്രാക്കുകൾ ശരിയാകുന്ന രാത്രിയാകട്ടെ. അർക്കാധികന ശകന രഗല രഗജ രംധ രബന ഹതന റിഗല രഗജ ഉടക രഗജ ശകന രഗല രഗജ രംധ രബന ഹതന ഉടക രഗന രഗല രഗജ രംധ രബന ശകന റിഗന രംധ രഗജ രഗന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നോട് ഈ നിമിഷം പറയുന്നത്, ട്രാക്കുകൾ തെറ്റി ഓടുന്ന ചിലർ ട്രാക്കിലേക്ക് മടങ്ങി വരുന്ന ദിവസങ്ങളാക്കി കർത്താവ് ഇത് മാറും. ആരും അറിയുന്നില്ല. അന്തരാത്മാവിൽ ബോധ്യമുണ്ട്. ഇത് കേൾക്കുമ്പോൾ എവിടെയോ ഞാൻ ട്രാക്ക് തെറ്റി പോകുക. എൻ്റെ ഫോണുകൾ, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ കൂട്ടുകെട്ടുകൾ ഒക്കെ ട്രാക്ക് തെറ്റുന്നുണ്ടോ? ഇന്ന് രാത്രി നീ ട്രാക്ക് തെറ്റിയ സംഭവിക്കുന്നത് ഒരു മരണത്തിന്റെ കരാള ഹസ്തങ്ങൾ പുറകെ നടപ്പുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അത് പരസ്യത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് രഹസ്യത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ശരിയാകാൻ തയ്യാറാകുക. ട്രാക്കിലേക്ക് മടങ്ങി വരാൻ തയ്യാറായ അനുഗ്രഹിക്കുന്ന ജീവൻ തരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ അനുഭവിക്കാൻ ഇടയായിത്തീരും. കർത്താവ് ചിലരെ തൊട്ടിന്ന് ആത്മാവ് സംസാരിക്കുമ്പോൾ അത് വെറുതെ മാനുഷിക വാക്കുകൾ പറയല്ല, കൃത്യമായ ആത്മനിയോഗത്തിൽ ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ ട്രാക്ക് തെറ്റിയ ഓടുന്ന ചിലരോട് ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നീ ഇന്ന് രാത്രി ട്രാക്കിലേക്ക് മടങ്ങി വരണം. എന്തുകൊണ്ട് മടങ്ങി വരണം? ഒരു മരണത്തിന്റെ നിഴൽ നിന്നെ മൂടാതിരിക്കാൻ ഇന്ന് രാത്രി ഒരേ ഒരു വഴി, ദൈവബന്ധത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു രാത്രിയായി ഈ രാത്രി മാറട്ടെ. അക്കോ റബന ഹതന റിഗല ശംദ രഗജന ഉടവന ശഗന റിഗ ദഗന ഹതന അർക്കേ ദിഗനെ രവനെ. എവിടെയെല്ലാം പാപം താളം തെറ്റിച്ചോ അവിടെയെല്ലാം ദൈവം വന്നാൽ താളം തെറ്റുകയല്ല, ദൈവം വന്നാൽ ട്രാക്ക് തെറ്റുകയല്ല, ശുഭ തുറമുഖത്തെത്തിക്കും. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിക്കുന്ന ദൈവമാണ്. സ്വോത്രം 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 സ്വോത്രം. എല്ലാ അധരങ്ങളും തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്, എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ രാത്രി ആത്മപകർച്ചയുടെ രാത്രിയായി മാറട്ടെ. ഈ രാത്രി ദൈവബന്ധത്തിലേക്ക് മടങ്ങി വരുന്ന രാത്രിയായി മാറട്ടെ. ഏദനിൽ തകർത്തത് തിരിച്ചെടുക്കുന്ന രാത്രിയായി മാറട്ടെ. ഏദനിൽ പാപം തകർത്തത്, ഏദനിൽ പാപം തകർത്ത ദൈവബന്ധം, ഏദനിൽ പാപം തകർത്ത മനുഷ്യബന്ധം, ഏദനിൽ പാപം തകർത്ത കുടുംബ ബന്ധം, ഏദനിൽ പാപം തകർത്ത ആ രക്തബന്ധങ്ങളെ ഇന്ന് രാത്രി തിരിച്ചെടുക്കുന്ന രാത്രിയായി മാറട്ടെ. അതിന് ഒരേ ഒരു വഴി, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരിക. സ്വോത്രം 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 സ്വോത്രം. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യനിലേക്ക് ഈ മരണങ്ങൾ കടന്നു വരികയാണ്. നിത്യമായ മരണം, അത് നമുക്കറിയാം. അന്ത്യവിധിയുടെ ഒരു മരണമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളത് കാണുകയാണ്. അറയ്ക്കപ്പെട്ടവർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷിക്ക് പ്രിയപ്പെടുന്ന ഇവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പോയി ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിലേക്ക് തകർത്തുകളെ. അതാണ് രണ്ടാമത്തെ മരണം. ഇത് ഭയങ്കരമായിട്ട് എന്നെ കരയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ മരണം എന്താണ്? അതാണ് ഏറ്റവും വലിയ മരണം, പേടിക്കേണ്ട ഒരു മരണം. ഇതും പാപം നേടിയെടുത്തതാണ് രണ്ടാമത്തെ മരണം. ആ രണ്ടാമത്തെ മരണം എന്താ? കർത്താവിൻ്റെ വരവെങ്കിലും വിടപ്പെടാതെ പോയ എല്ലാവർക്കും വേണ്ടി മരിച്ചവർ ആബാലവിധ ഉയർക്കപ്പെട്ടിട്ട് ആ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിലേക്ക് വരും. സഭ കൂടെ കാണും. അന്ന് ബാക്കി എല്ലാവരെയും മുമ്പിലേക്ക് കൊണ്ടുവരും. രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവെങ്കിലും എടുക്കപ്പെട്ട തൻ്റെ സഭ തൻ്റെ കൂടെ കാണും. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? രക്ഷിക്കപ്പെട്ട ഭാര്യ ഇവിടെ കാണും. രക്ഷിക്കപ്പെടാത്ത ഭർത്താവ് അന്ന് ഉയർക്കപ്പെട്ട് മുമ്പിൽ വന്ന് നിൽക്കും. രക്ഷിക്കപ്പെട്ട ആങ്ങളെ ഇപ്പുറത്ത് കാണും. രക്ഷിക്കപ്പെടാതെ പോയ പെങ്ങൾ അപ്പുറത്ത് കാണും. രക്ഷിക്കപ്പെട്ട അമ്മ ഇപ്പുറത്ത് കാണും. രക്ഷിക്കപ്പെടാതെ പോയ മോൻ അപ്പുറത്ത് കാണും. രക്ഷിക്കപ്പെട്ട ആ പ്രിയ ഭാര്യ ഇപ്പുറത്ത് കാണും. രക്ഷിക്കപ്പെടാത്ത ഭർത്താവ് അങ്ങനെ അപ്പുറത്ത് കാണും. അങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെട്ട് വരും. അന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചമ്മലുണ്ടാകുന്നത്. കാരണം ഭാര്യ കാണുക ഭർത്താവിൻ്റെ രഹസ്യം വെളിപ്പെട്ട് വരും. അതും സഹിക്കാം. മക്കൾ കാണുക അമ്മയുടെ അപ്പൻ്റെ രഹസ്യം എല്ലാം വെളിപ്പെട്ട് വരും. വല്ലാത്ത ചമ്മലുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഇവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയുമാണെന്ന് പറഞ്ഞിട്ട് അവരെ നിത്യ നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു പിരിച്ചിലുണ്ട്. ഈ എല്ലാ പിരിച്ചിലും മീറ്റിംഗ് ആൻഡ് പാർട്ടിങ് ബോത്ത് ആർ പെയിൻഫുൾ എന്നൊരു ചൊല്ലില്ലേ? മീറ്റിംഗ് ആൻഡ് പാർട്ടിങ് എപ്പോൾ എല്ലാ പിരിച്ചിലും സങ്കടമാണ്. 10ാം ക്ലാസ് പിരിയുന്നത് സങ്കടമല്ലേ? സങ്കടമാണ്. കൂട്ടുകാരെ പിരിയുന്നത് സങ്കടമല്ലേ? അവധി വിടുന്നത് സങ്കടമല്ലേ? സങ്കടമാണ്. എന്നാലും നമുക്ക് എയർപോർട്ടിലൊക്കെ പോയി യാത്ര അയക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒന്നുമില്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യുക? കാണാം. പക്ഷെ ഒരിക്കലും കാണാൻ കഴിയാത്ത പോലെ ഒരു പിരിച്ചിലുണ്ടാകും. ആ പിരിച്ചിലുണ്ടാകുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. ഇന്ന് വരെ ലോകത്തിൽ ഉണ്ടാകാത്ത ഒരു കൂട്ടക്കരച്ചിലുണ്ടാകും. ഈ കൂട്ടക്കരച്ചിലുണ്ടാകുമ്പോൾ കർത്താവ് എന്തോ ചെയ്യും? ദൈവം തൻ വിശുദ്ധന്മാരുടെ കണ്ണിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. അന്ന് പിരിയാതിരിക്കണമെങ്കിൽ ഇന്ന് ദൈവത്തോടുള്ള ബന്ധത്തെ പിരിക്കുന്ന പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തോടൊപ്പം ഒരു റിക്കൺസിലിയേഷന് തയ്യാറായ ഇന്ന് രാത്രി ഒരു മഹാപിരിച്ചിലിന്റെ വല്ലാത്ത ദുഃഖത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടിവിക്കുവാൻ ഇടയായിത്തീരും. എത്ര പേര് ഹൃദയത്തിൽ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കും? ദൈവത്തിൽ നിന്നും മനുഷ്യൻ പിരിയാൻ പോകുന്ന ഒരിക്കൽ നമുക്ക് ഞാനിത്
ധ്യാനിക്കുമ്പോൾ എൻ്റെ അതുകൊണ്ടാണ് ആത്മഭാരം ഉണ്ടാകുന്നത്. നിന്നെ കൂടെ നടക്കുന്ന കൂട്ടുകാരനെ അന്ന് പിരിയാതിരിക്കണമെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളെ അവനോട് സുവിശേഷം പറയാൻ തുടങ്ങണം, സുവിശേഷം പറയാൻ തുടങ്ങണം. നിങ്ങളുടെ കൂട്ടു സഹോദരൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അവന് വേണ്ടി കരയാൻ തുടങ്ങണം. എന്തുകൊണ്ടാ? ഇന്ന് ഞാനും അവന് ഒരു പ്ലേറ്റ് ഉണ്ട് ഉറങ്ങി കെട്ടിപ്പിടിച്ച് നടക്കുമ്പോൾ അവർ ഞായറാഴ്ച പള്ളി പോത്തില്ല, യോഗത്തിന് പോത്തില്ല, പക്ഷെ നമ്മൾ പോകും. എന്നാൽ എന്നിട്ടും നമ്മുടെ ബന്ധമുണ്ട്, ഭയങ്കര സ്നേഹം. പക്ഷെ ഒരു ദിവസം ഈ കൂട്ടുകാരനെ പിരിയാതിരിക്കണമെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ നാമത്തിൽ അവനോട് ഈ രക്ഷയെക്കുറിച്ച് പറയാൻ കഴിയണം. എത്ര പേരുന്ന് രാത്രി ആത്മഭാരത്തോടെ കരയാൻ തുടങ്ങണം? എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു നിമിഷം ഒരാൾക്കെങ്കിലും വേണ്ടി, നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒരാൾക്കെങ്കിലും വേണ്ടി കർത്താവെ ആ പിരിച്ചിൽ അവൻ കാണരുത് എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? അങ്ങനെയെങ്കിൽ ചെറുവക്കൽ കൺവെൻഷന് അടുത്ത പ്രാവശ്യം കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഈ പന്തല് തികയത്തില്ല. ഇവിടെ ഇരിക്കുന്നവർ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരാളെ ഇപ്പോൾ ദൈവകരത്തിലേക്ക് ഉയർത്തി കർത്താവിന് പ്രാർത്ഥിച്ച, കർത്താവേ നിന്റെ വരവിന് മുമ്പ് അവനെ കൂടെ രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ കരം ഉയർത്തി ഒരാൾക്ക് വേണ്ടി ഇന്ന് രാത്രി കണ്ണീരുറകട്ടെ. നിങ്ങളുടെ രാത്രികളിൽ കിടക്കുകളെ നനയ്ക്കുന്ന നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ആത്മഭാരത്തെ കർത്താവ് ഇന്ന് രാത്രി തിരിച്ചു തരിക. നമുക്കെല്ലാം ലഭിച്ചപ്പോൾ, നമുക്കെല്ലാം സന്തോഷമായപ്പോൾ എവിടെയോ നിന്നുപോയ കണ്ണീരിനെ ഇന്ന് രാത്രി കർത്താവ് മടക്കി തരാൻ ആഗ്രഹിക്കുമ്പോൾ ആ നിത്യ പിരിച്ചിൽ എൻ്റെ സുഹൃത്തുണ്ടാകാതിരിക്കാൻ, എൻ്റെ സഹോദരൻ ഉണ്ടാകാതിരിക്കാൻ, എൻ്റെ സഹോദരി ഉണ്ടാകാതിരിക്കാൻ, സർവോപരി ഞാൻ ഏറെ സ്നേഹിച്ച് പോറ്റി വളർത്തുന്ന എൻ്റെ കുഞ്ഞുണ്ടാകാതിരിക്കാൻ ഇന്ന് രാത്രി കർത്താവേ അവനെ രക്ഷിക്കണേ, അവളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാവും? അങ്ങനെയുള്ളവരെല്ലാം കര ഉയർത്തി ദൈവത്തോടെ ഒരാൾക്കെങ്കിലും പ്രാർത്ഥിച്ച്, ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്ക് വേണ്ടി അവർ രക്ഷിക്കപ്പെട്ടത് ഇപ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ അടുത്ത വർഷം ഈ കൺവെൻഷൻ എൻ്റെ കൂട്ടുകാരോട് വന്നിരിക്കണമേ. നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഇവിടെ ദൈവമുണ്ട്, ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരും. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോടൊപ്പം അടുത്ത വർഷം നിങ്ങൾക്ക് ഈ പന്തലിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കാനിടയാ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ പകൽ ഈ രാത്രി ഈ വചനം വിശ്വസിച്ച് ഇന്ന് രാത്രി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറായ നിങ്ങളെ വിടുവിക്കുന്ന ആ കൂട്ടുകാരനെ വിടുവിക്കുന്ന ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുക. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും വിശ്വാസത്തോടെ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ കുഞ്ഞാകട്ടെ, നിങ്ങളുടെ സഹോദരനാകട്ടെ, നിങ്ങളുടെ അയൽപക്കക്കാരനാകട്ടെ, നിങ്ങൾ എന്നും കടയിൽ പോകുന്ന ആ കടക്കാരനാകട്ടെ, ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി, നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് അത് ഇവിടെ കൊണ്ട് തീരരുത്. ഇന്ന് രാത്രി ആ പറയ പേര് നിങ്ങൾ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് പോകണം. കർത്താവ് ഇന്ന് മുതൽ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ 100% ഗ്യാരണ്ടി പറയാം. കർത്താവ് വരാൻ താമസിച്ചാൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളത് കാണും. നിങ്ങളുടെ ആ കണ്ണുകൊണ്ട് അത് കാണുവാൻ ഇടയായിത്തീരും. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ നോക്കുക, നിത്യമായ പിരിച്ച് ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ വീണ്ടും പാപം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാപത്തിൻ്റെ ആ അനുഭവം മുമ്പോട്ട് പോയപ്പോഴാണ് ദൈവം അവർക്ക് നിയമം കൊടുത്തു. അതാണ് ന്യായപ്രമാണം. എന്താണ് ന്യായപ്രമാണം? മോശ മുഖാന്തരം ന്യായപ്രമാണം വിസ്താര ഭയത്താൽ കട്ട്ഷോട്ട് ചെയ്ത് പോകുന്നാലേ അവിടെ വരാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് പറയുക. അതറിയാൻ വയ്യാത്തവരും അല്ല എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എനിക്കറിയാം. ദൈവം മനുഷ്യന് നിയമം കൊടുത്തു. നിയമം കൊടുക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ദൈവത്തിന് ആഗ്രഹമുണ്ട് ഈ മനുഷ്യനെ മരണത്തിന് വിധിക്കപ്പെടരുത്. അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി നിയമം കൊടുത്തു. പക്ഷെ നിയമത്തിനൊരു പ്രശ്നമുണ്ട്. നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. മനസ്സിലായോ? നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ഈ ശിക്ഷയെ ഓർത്തെങ്കിലും എന്തനുസരിക്കണം? നിയമം അനുസരിക്കണം. ഇതായിരുന്നു ദൈവത്തിൻ്റെ കൺസേൺ. പക്ഷെ മനുഷ്യൻ്റെ അകത്ത് പാപം കിടക്കുന്നു. ഈ പാപം മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? വീണ്ടും പാപം ചെയ്യിപ്പിച്ചു. അങ്ങനെ പാപം നിയമം ലംഘിച്ചാൽ ശിക്ഷ കിട്ടും. അപ്പോൾ ലോക കോടതിയും ദൈവ കോടതിയും തമ്മിൽ വലിയൊരു പ്രശ്നമുണ്ട്. ലോക കോടതിയുടെ ഒരു ശിക്ഷ കിട്ടിയാൽ മാക്സിമം തൂക്കിക്കൊല്ലത്തേ ഉള്ളൂ. അതിൽ കൂടുതൽ വല്ലതും ചെയ്യാൻ ഒക്കുമോ? ഒക്കെ മക്കളെ തൂക്കിക്കൊല്ലുന്നില്ല. അപ്പോൾ അതുകൊണ്ടല്ലേ നമ്മൾ പഴക്കമൊക്കെ ഉണ്ടാകും, നീ എന്നെ തൂക്കിക്കൊല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. അല്ല, മാക്സിമം ഇവർക്ക് എന്തോ ചെയ്യാനേ ഒക്കത്തുള്ളൂ? തൂക്കിക്കൊല്ലാനേ ഒക്കത്തുള്ളൂ. അപ്പോൾ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഒരു പ്രതിയെ കൊണ്ടുവന്നു. കഴുത്തിലോട്ട് കയറിടുന്നു. ആരാച്ചാർ കഴുത്തങ്ങോട്ട് കയറിടാൻ തുടങ്ങുമ്പോൾ ഇവനൊരു അറ്റാക്ക് ഉണ്ടായി. ഇവൻ ചത്തുപോയി എന്ന് വെക്കുക. ഇടുന്നതിന് മുമ്പ് അവനെ തൂക്കുമോ? തൂക്കുന്നവനെ തൂക്കും. കാരണം മരിച്ചു പോയാൽ മൃതദേഹത്തോട് എന്ത് കാണിക്കരുത്? അനാദരവ് കാണിക്കരുത്. അത് ഭയങ്കര അടിസ്ഥാന പ്രമാണമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മരണത്തോടുകൂടി അവൻ്റെ ശിക്ഷ തീർന്നു. 40 വർഷം കഠിന തടവിൽ വിധിക്കപ്പെട്ട വ്യക്തി 12ാമത്തെ വർഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വിധിച്ചാൽ മൊബൈൽ മോർച്ചറിയിൽ അവിടെ സൂക്ഷിക്കുമോ? ഇല്ല. ഉടനെ ബോഡി എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. ഇതാണ് കാര്യം. മരണത്തോട് ശിക്ഷ തീർന്നു. പക്ഷേ ദൈവകോടതിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? മരിച്ചു പോയാലും പൊക്കിയെടുത്ത് കൊണ്ട് നിർത്തും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. ഇതാണ് ഈ ദൈവകോടതി പ്രശ്നം. മരണം കൊണ്ട് തീരാത്ത ഒരു ശിക്ഷ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ കാണണം. അപ്പം ഈ ന്യായപ്രമാണം വന്നത് രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും അതാണ് പൗലോസ് പറയുന്നത്, രക്ഷാകാരണമായ നിയമം എനിക്ക് എന്തിന് കാരണമായി? ശിക്ഷാകാരണമായിട്ട് കാരണമായി. അപ്പോൾ മൂന്നാമത് ഒരു പ്രശ്നം കൂടെ വന്നു. അപ്പോഴും ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുക. രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരു വഴി വെച്ച് കൊടുത്തു. കുറച്ചുകൂടെ ശിക്ഷ കഠിനമാക്കിയത് രക്ഷിക്കാൻ വേണ്ടി. ഈ ശിക്ഷ കഠിനമാക്കിയതുകൊണ്ടൊന്നും മനുഷ്യൻ ശരിയാകാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ സൗദിയിൽ ഒന്നും നടക്കത്തില്ല.
സൗദിയിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ സൗദിയിലെല്ലാം നടക്കുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? ഈ ശിക്ഷ കൊണ്ടൊന്നും മനുഷ്യൻ ശരിയാകുമെന്ന് നിർബന്ധമൊന്നുമില്ല. അവൻ്റെ അകത്ത് എന്ത് കിടപ്പുണ്ട്? പാപം കിടപ്പുണ്ട്. ഇത് മാറണം. ഇത് മാറാനുള്ള വഴി കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? നിയമം കഠിനമാക്കി. നിയമം കഠിനമാക്കിയതാണ് ശാപം വരുമെന്ന് പറയുന്നത്. ശാപം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ശാപം ഇനി നമുക്കുള്ളതല്ല, നമുക്ക് മാത്രമുള്ളതല്ല. ആർക്കൂടെ വരും? മക്കൾക്കൂടെ വരും. എത്ര മക്കൾക്ക് വരെ വരാം? എത്ര തലമുറ വരെ വരാം? മിനിമം എത്ര തലമുറ വരെ? 4 തലമുറ വരെ. ഉറക്കെ പറഞ്ഞ് എത്ര തലമുറ വരെ? ഒന്ന് അറിയട്ടെ, എത്ര തലമുറ വരെ വരാം? 4 തലമുറ വരെ വരാം. എന്തിനാ ഈ 4 തലമുറ വരെ വരാൻ പറഞ്ഞത്? ഞാൻ കണ്ട ഒരു കാരണം, ഒരു മനുഷ്യായുസ്സി മാക്സിമം എത്ര തലമുറ വരെ കാണും? 4 വരെ കാണും. അതിൽ കൂടുതലൊന്നും കാണാൻ പോകുന്നില്ല. ഉണ്ടോ? ഇല്ല. അങ്ങേയറ്റം 4. ഇപ്പോഴൊക്കെ 4 പോലും 3 കണ്ടാൽ നമുക്ക് സന്തോഷമാണ്. കണ്ടല്ലോ കർത്താവേ, പോയേക്കാവുന്ന. എന്നാൽ അവിടെ കൊണ്ടെങ്കിലും നിൽക്കണം. എന്നാൽ 4 വലിയൊരു ആഗ്രഹമാണ് മനുഷ്യൻ. എൻ്റെ അപ്പയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു 4ാമത്തെ കാണണം. 4ാമത്തെ കുഞ്ഞുണ്ടായി മടി വെച്ച് കുറച്ച് നേരം കണ്ടിട്ടാണ് മരിച്ചത്. അപ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ വാശിയായിരുന്നു, മരിക്കും ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. അതൊരു ദൈവത്തോടുള്ള ഒരു ദൈവം കൊടുത്തൊരു വാഗ്ദത്തോ ഒരു നീതിയോ തമ്പുരാനുമായിട്ടുള്ളൊരു കർത്താവായിട്ടൊരു ബന്ധമൊക്കെയായിരുന്നു. എന്നാലും 4 തലമുറയ്ക്ക് ശാപം വരുമെന്ന് പറയാൻ കാര്യമുണ്ട്. ഒറ്റ കാരണം കൊണ്ടാണ്. നമ്മൾക്ക് എന്തെങ്കിലും പറ്റിയാലും നമുക്ക് ആഗ്രഹമുണ്ട്, ആർക്ക് പറ്റില്ലെന്ന്? പിള്ളേർക്ക് പറ്റില്ലെന്ന്. അതല്ലേ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അത് മക്കൾക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾ കഴിച്ചാലും നിങ്ങൾ ഉടുത്താലും അവരെല്ലാം മറന്ന് നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളോടുള്ള ഭയങ്കര കരുതൽ കൊണ്ടാണ്. ഈ മക്കളെ അപ്പനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ചിന്ത നിങ്ങളെ അടിക്കുന്ന നിങ്ങൾക്കവിടെ എന്തില്ലാത്തതുകൊണ്ടാണ്? ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഞാനൊരു കാഴ്ച കണ്ടു കേട്ടോ. എൻ്റെ മക്കളെ ചിലതൊക്കെ കണ്ടാൽ നമുക്ക് സഹിക്കത്തില്ല. ഞാനൊരു രാത്രി ഒരു സൈഡിലോട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ വീടിൻ്റെ ഇരുട്ടത്ത് ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് ഒരു പാടിയെടുത്ത് അങ്ങ് അടിക്കുക. തന്നെ ഭ്രാന്തായി കാണിക്കുക. ഒന്നുമില്ല പാസ്റ്ററേ, എൻ്റെ മോനെ ഞാനൊന്ന് തല്ലിയപ്പോൾ എനിക്ക് തോന്നി അവനങ്ങ് നൊന്ത് പോയെന്ന്. അതിൻ്റെ ദണ്ണം തീർക്കുക. അപ്പം നിങ്ങൾക്കൊരു ധാരണയുണ്ട്, നിങ്ങളെ അടിച്ചാൽ നമുക്കങ്ങ് സന്തോഷമാണ്. നിന്നെയൊക്കെ അടിച്ചിട്ട് രാത്രി ഇരുന്ന് കരയും. അടിക്കാൻ ഇഷ്ടമുണ്ട്. പിന്നെ എന്തോ ഇരന്നങ്ങ് മേടിക്കും. പുറകെ നടന്ന് അടിച്ചു മേടിക്കുക. അത് പോത്തില്ല. അത് എന്നാലും സങ്കടം മക്കളെ. നിങ്ങളെയൊക്കെ തല്ലിയിട്ട് നമുക്കുണ്ടല്ലോ പിന്നെ ഉറക്കം വരത്തില്ല. ഞാനാണെങ്കിൽ തല്ലിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് ഉറങ്ങത്തുമില്ല, ഉണ്ണത്തുമില്ല. കാരണം എനിക്ക് ഭയങ്കര അന്ന് അതല്ലേ മനുഷ്യൻ. അന്ന് നിങ്ങളുടെ ധാരണ തല്ലാൻ ഇഷ്ടമുണ്ടായിട്ടാണോ തല്ലുന്നത്? എന്ന് ഞാൻ കൊടുത്തല്ലോ എന്ന് സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങാം. കാരണം കൊടുക്കാനെത്തോ അന്നൊന്നും പറഞ്ഞാലും തല്ലത്തില്ല. തല്ലു മക്കളെ, നിങ്ങളുടെ തെറ്റിദ്ധാരണ കേട്ടോ. നിങ്ങളെ തല്ലി അന്ന് ഉറങ്ങത്തില്ല. എന്ന് രാത്രി വന്നിട്ട് തപ്പി നോക്കും എവിടാണ് തടിച്ച് കിടക്കുന്ന നോക്കുക. ഭയങ്കര സങ്കടമാണ്. പിന്നെ അങ്ങ് കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും വാരി കൊടുക്കുകയും ഇതൊക്കെ ചെയ്യും. എന്നാലും ഈ സ്നേഹം കൊണ്ടാണ് തല്ലുന്നത്. അല്ലേ മക്കളെ? തെറ്റിദ്ധരിക്കില്ല കേട്ടോ. തല്ലുന്നത് എന്തുണ്ടായിട്ടാ? സ്നേഹം ഉണ്ടായിട്ട്. അങ്ങനെ തല്ലിയെങ്കിൽ പിണക്കുണ്ടല്ലേ? പിണക്കുണ്ടെങ്കിൽ ഓർത്തോണം, സ്നേഹം കൂടുമ്പോഴാണ് തല്ലുണ്ടാകുന്നത്. അപ്പം എന്നാലും നമുക്ക് അതിലും ഇഷ്ടമാണ് ആരെ? കൊച്ചുമക്കളെന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ മറക്കരുത്. മക്കളെക്കാട്ടും ഇഷ്ടം എല്ലാവർക്കും ആരോടാ? കൊച്ചുമക്കളോടാ. ഈ വല്യപ്പച്ചനും വല്യമ്മച്ചന്മാരും ഉണ്ടെങ്കിൽ പിള്ളേർ ശരിയാകത്തില്ലെന്ന് പറയുന്നത് പരമാർത്ഥമാണ്. ഒറ്റ കാരണം കൊണ്ടാണ് ഇവരെ എന്ത് ചെയ്യാൻ സമ്മതിക്കത്തില്ല? തല്ലാൻ സമ്മതിക്കത്തില്ല. നമ്മളെ ആണെങ്കിൽ എടുത്തിട്ട് തല്ലുമായിരുന്നു. അതിവരങ്ങ് മറന്നുപോകും. എന്നിട്ട് ഇവർ പറയും കൊച്ചിനെ തല്ലരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം മക്കൾ വൃദ്ധൻ്റെ കിരീടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, ദൈവത്തെ വിളിച്ച് നടക്കണം, ദോഷം വരുന്നൊന്നും ചെയ്യല്ലേ. കാരണം പിള്ളേർക്ക് എന്തോ ഉണ്ടാകും? കെട്ടിവെപ്പ് ഉണ്ടാകും. ഇതിൻ്റെ പേരാണ് എന്ത്? ശാപം. ഈ ശാപം വരുമെന്നറിഞ്ഞിട്ടും അകത്തിരിക്കുന്ന പാപം ജയിപ്പിച്ചു. അങ്ങനെ മനുഷ്യകുലത്തിൽ എന്തോ വന്നു? ശാപം വന്നു. അപ്പോൾ 3 തിന്മകൾ നേടിക്കൊടുത്തു. പാപവും ന്യായപ്രമാണവും, ശിക്ഷയും മരണവും ശാപവും. ഇതിൻ്റെ വഴി എന്താ? ഈ വഴി അടഞ്ഞപ്പോൾ അവർ യാഗങ്ങൾ കഴിക്കാൻ തുടങ്ങി. രക്ഷപ്പെടാൻ വഴിയില്ലായിരിക്കുമ്പോൾ ഒറ്റ വഴി കർത്താവ് കണ്ടെത്തി. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവിടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടാകേണ്ടത്. ദൈവം നമുക്ക് വേണ്ടി ആരായിട്ട് മാറി? മനുഷ്യനായിട്ട് മാറി. അതാണ് ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ കർത്താവിൻ്റെ ജഡാവതാരമാണ് ഏറ്റവും. എനിക്കത് ചിന്തിക്കുന്നതോറും ഭയങ്കര സന്തോഷമാണ്. കാരണം ദൈവം നമുക്ക് വേണ്ടി ആരായിട്ട് മാറി? മനുഷ്യനായിട്ട് മാറി. എൻ്റെ പൊന്നു മക്കളെ നോക്കിക്കേ, ഇതുപോലൊരു തണുത്ത രാത്രിയിൽ യെരുശലേമിൻ്റെ അവിടെയൊക്കെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ആ രാജ്യത്തെക്കുറിച്ചുള്ള ലേഖന പുസ്തകമൊക്കെ നമ്മളിപ്പം പ്രകാശനം ചെയ്തു. അവിടെ നമ്മുടെ കർത്താവ് മനുഷ്യന് വേണ്ടി ഒരു കൊച്ചു കുഞ്ഞായിട്ട് ജനിച്ചു. എന്തിനാ എൻ്റെ കർത്താവ് കുഞ്ഞായിട്ട് ജനിച്ചെന്നറിയാമോ? ഒറ്റ കാര്യത്തിന് വേണ്ടി. എല്ലാ മനുഷ്യൻ്റെ അകത്ത് ഒരു വലിയ സാധ്യത ഇരിപ്പുണ്ട്. എവിടം വരെ ചെല്ലാൻ? സ്വർഗം വരെ. നമുക്ക് ഇസ്രായേലിൽ പോയത് സന്തോഷമാണെങ്കിൽ, നമുക്ക് അമേരിക്കയിൽ പോയ സന്തോഷമാണെങ്കിൽ അതിലും വലിയൊരു സന്തോഷം കാത്തിരിപ്പുണ്ട്. നമുക്ക് എവിടെ പോവാം? സ്വർഗത്തിൽ ചെല്ലാം എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ ആ സ്വർഗത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി സ്വർഗം വിട്ട ഒരാൾ ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെറുതായത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ സ്വർഗം വരെ വലുതാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെറുതായി മാറി. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം
അത്ഭുതമാണ് എൻ്റെ കർത്താവിൻ്റെ ജഡാവതാരം. ഇന്ന് രാത്രി അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, അതുകൊണ്ട് ജഡാവതാരം ചിന്തിച്ച് അവൻ ജഡത്തിൽ വെളിപ്പെട്ടത് ഓർത്ത് നമ്മുടെ മനുഷ്യൻ്റെ പകുതി അഹങ്കാരം കുറയും. എൻ്റെ കർത്താവിന് എനിക്ക് വേണ്ടി ചെറുതാകാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒന്ന് ഒതുങ്ങിക്കൊടുത്താൽ വലിയ കുഴപ്പമുണ്ടോ? ഇല്ല. ഒതുങ്ങാൻ കഴിയാത്തവരല്ല കർത്താവിനെ നോക്കി ഒരു മാതൃക പഠിക്കണം. ഒരു പശുത്തൊട്ടിൽ കിടക്കുന്നത് കണ്ടോ? അത് കഴിഞ്ഞിട്ട് കണ്ടോ എൻ്റെ കർത്താവ് ഒരു ആശാരിപ്പണി ചെയ്ത് ജീവിക്കുന്നത് കണ്ടോ? കർത്താവ് 30 വയസ്സ് വരെ ആർക്ക് കീഴ്പ്പെട്ടിരുന്നു? മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? കീഴ്പ്പെട്ടിരുന്നു. കണ്ടല്ലോ, മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? കീഴ്പ്പെട്ടിരുന്നു. ഇതൊക്കെ പരമാർത്ഥമായ കാര്യങ്ങളാണ്. അതെല്ലാം ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അങ്ങനെ കർത്താവ് 30 വയസ്സ് വരെ കീഴ്പ്പെട്ടിരുന്ന് 33 വയസ്സായി. 33 വയസ്സിൽ നടന്ന ഒരു സംഭവമാണ്. അന്ന് കർത്താവിനെ അറസ്റ്റ് ചെയ്തത് യഹൂദന്മാരും അതിൻ്റെ മതത്തിൻ്റെ സേവകന്മാരും റോമൻ പടയാളികളും കൂടി കർത്താവിനെ അറസ്റ്റ് ചെയ്ത് കർത്താവിനെ കൊണ്ടുപോവുകയാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് ആദ്യം കൊണ്ടുപോയത് മതകോടതിയിലേക്ക് കൊണ്ടുപോയി. അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന റോമാക്കാരായതുകൊണ്ട് കർത്താവിനെ റോമൻ കോടതിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മതത്തിൻ്റെ പുരോഹിതനായിരുന്ന ഹന്നാസ, അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഡ്രാമയുടെ പിന്നിലുണ്ടായിരുന്ന ആ റിട്ടയർഡ് മഹാപുരോഹിതൻ. അദ്ദേഹം ആദ്യം വിധിച്ചു. എന്നിട്ടും ഒരു കുറ്റവും കാണാഞ്ഞിട്ട് കയ്യപ്പാവിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. എന്നിട്ട് അതിവെളുപ്പാൻ കാലത്ത് സന്നദ്ധി സംഘത്തിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഇവരെല്ലാം കണ്ടിട്ടും ഒരു കുറ്റവും കണ്ടിട്ടില്ലാഞ്ഞിട്ടും അവർ അവനെ മരണത്തിന് വിധിച്ചു. കുറ്റം ഇതാണ്, അവൻ രാജാവെന്ന് പറഞ്ഞു. ശരിക്കും അവർ പറഞ്ഞ കുറ്റം ദൈവമെന്ന് പറഞ്ഞെന്നാണ്. ദൈവമെന്ന് പറഞ്ഞാൽ ദൈവദൂഷണമാകും. പക്ഷെ അവർക്കറിയാം ഈ റോമാക്കാർക്ക് ദൈവദൂഷണം വലിയ വിഷയമൊന്നുമല്ല. അതുകൊണ്ട് അവരെ കൂടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രാജദൂഷണം, ഇവർ രാജാവെന്ന് പറഞ്ഞ് രാജദൂഷണം എന്ന് പറയുന്നൊരു കുറ്റം ചുമത്തിയിട്ട് കർത്താവിനെ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുവന്നു. അതാണ് നമ്മൾ കാണുന്നത്. പീലാത്തോസിൻ്റെ അടുക്ക് വന്നപ്പം പീലാത്തോസിൻ്റെ ഒരു കാര്യം മനസ്സിലായി. ഈ കർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അസൂയ നിമിത്തമാണ് അവൻ അവിടുന്ന് അങ്ങേ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ പീലാത്തോസിനെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല. അപ്പം പീലാത്തോസ് അവസാനം യേശുവിനെ രക്ഷിക്കാം. ഇതിനിടയ്ക്ക് പീലാത്തോസിൻ്റെ ഭാര്യ ഒരു കത്ത് കൊടുത്ത് വിട്ടു, ഇവൻ നീതിമാനാണ്, ഇവൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യരുത്, ഇടപെടരുത്. അപ്പോൾ പീലാത്തോസിനെ രക്ഷിക്കാൻ വേണ്ടി പീലാത്തോസ് ഒരു വഴിയൊരുക്കി. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. ഞാൻ ഇവനിൽ ഒരു തെറ്റും കാണുന്നില്ല. അതാണ് യോഹന്നാൻ 19 അവൻ കാണുന്നു. പിന്നെ അതിൻ്റെ 18 കാണുന്നു, അവനിൽ ഒരു കുറ്റവും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അവനിൽ ഒരു കുറ്റവും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഉറക്കെ ആ വാക്കെന്ന് പറഞ്ഞ് ഈ 6 കോടതി വിസ്തരിച്ചിട്ട് പറയുകയാണ്, ഇവന് ഞാൻ എന്ത് കാണുന്നില്ല, കുറ്റം. ഇത് കഴിഞ്ഞ് ഹെരോദാസ് എടുക്ക പോകുന്നുണ്ട്. വീണ്ടും തിരിച്ച് പീലാത്തോസ് വിസ്താര ഭയത്താൻ നിർത്തുന്നു. അവന് ഞാൻ ഒരു കുറ്റം എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അപ്പം പെസക ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ വിട്ടുതരാം. അപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, ഇവനെ വേണ്ട, ആരെ മതി, ബറബാസിനെ മതി. ഇതെപ്പോഴും ഓർത്തോണം. അതിൻ്റെ തലയാഴ്ച ഇവർ പറഞ്ഞ് ഇപ്പോൾ യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പാടിയ അതേ സ്വന്തക്കാർ ഇപ്പം പറയുകയാണ്, നിന്നെ വേണ്ട, ആരെ മതി, ബറബാസിനെ മതി. ദൈവത്തിന് സ്തോത്രം വേണ്ടേ? നിന്നെ മതി, നിന്നെ വേണ്ട, ആരെ മതി, ബറബാസിനെ മതി. ഇത് നമുക്കൊരു വലിയ സന്തോഷമാണ്. വേണ്ടപ്പെട്ടവർ പലരും വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തൊരു വലിയ സന്തോഷമുണ്ട്. നമുക്ക് മാത്രമല്ല, നമുക്ക് മുമ്പായി ഈ കഷ്ടം സഹിച്ച ഒരുവനുണ്ട്. അവിടുത്തെ നോക്കി പറഞ്ഞു, നിന്നെ വേണ്ട, അവനെ മതി. ഇത് ഞങ്ങളുടെ ദൈവദാസന്മാരുടെ ഒരു സ്വകാര്യ ദുഃഖം കൂടെ. കഷ്ടപ്പെട്ട് ഒത്തിരി ഒരു പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി, ഒരു സഭയൊക്കെ ഉണ്ടാക്കി, നല്ല നിലയിലൊക്കെ മുമ്പോട്ട് വന്നൊന്ന് പച്ച പിടിക്കുമ്പോൾ 2 അച്ഛന്മാർ എഴുന്നേറ്റിട്ട് പറയും, ഇങ്ങനെ വേണ്ട, അയാളെ മതി. ഇയാളുടെ ഏതെങ്കിലും അമ്മാച്ചനെ എവിടുന്നെങ്കിലും കൊണ്ടുവരണമായിരിക്കും. ഇയാളെ മതി, അയാളെ വേണ്ട. കുറച്ച് പേര് കേസുണ്ടാക്കും, വളരെ ചെറുത്. കുറച്ച് പേര് വഴക്കുണ്ടാക്കി പക്ഷം പിടിച്ച് പിളർത്തി അപ്പുറത്തൊന്നുണ്ടാക്കും. എന്നാൽ ബഹുഭൂരിപക്ഷം പേരും മിണ്ടാതെ പെട്ടിയെടുത്തുകൊണ്ട് പോകും. എന്തുകൊണ്ടാണ് പോകുന്നറിയാമോ? ഞങ്ങൾക്ക് ഒരാളെ അറിയാം. ഞങ്ങളുടെ ഗുരുവിനോട് ഒരു ദിവസം പറഞ്ഞു നിന്നെ മതിയെന്ന്, പക്ഷെ അടുത്ത ദിവസം അവർ പറഞ്ഞു നിന്നെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞൊരു ഗുരു ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ ഞങ്ങൾക്ക് മുമ്പായി കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ട് ഒരു പെട്ടിയും തൂക്കി മിണ്ടാതെ പോകുന്നത് കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് പോകുന്നറിയാമോ? നമ്മുടെ ഗുരുവും ഇത് തന്നെ സഹിച്ചത് കൊണ്ട് അവർ പറഞ്ഞു, ബറബാസിനെ മതി, നിന്നെ വേണ്ട എന്ന് പറഞ്ഞു. നിന്നെ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. നിന്നെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പം പീലാത്തോസിന് ഒരു ചിന്ത, ഇനി രക്ഷിക്കാൻ എന്താ വഴി? ഒറ്റ വഴി കൊണ്ടു. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി പറയുകയാണ്, വാറുകൊണ്ട് അവനെ എന്ത് ചെയ്തു? അടിച്ചു. റോമൻ ചാട്ട കൊണ്ട് അടിച്ചു. ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിക്കുമെന്ന് പറഞ്ഞ് പീലാത്തോസ് അവനെ അടിപ്പിച്ചിട്ട് കൊണ്ടുവരികയാണ്. ഞാൻ ചോദിച്ചോട്ടെ, കുറ്റമില്ലാത്തവനെ തല്ലിയില്ലേ? കുറ്റമില്ലാത്തവനെ തല്ലി. നമ്മൾ പലപ്പോഴും പിള്ളേരെ തല്ലും. ചേട്ടന് എപ്പോഴും എല്ലാ വീട്ടിലും നോക്കിയോളാം, ചേട്ടനും അനിയനും കൂടെ അടിയുണ്ടാക്കി അനിയൻ കരഞ്ഞുകൊണ്ട് വരും, കൊച്ചത് കരഞ്ഞുകൊണ്ട് വരും. മിക്കവാറും ഇവനായിരിക്കും പോയി ചൂഞ്ചാടിയത്. പക്ഷെ അടി കിട്ടുന്ന ആർക്കായിരിക്കും? ചേട്ടനായിരിക്കും. എന്നാൽ വെറുതെ ഒന്ന് തല്ലിയ അവൻ മാറിയിട്ട് പറയും, ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ പ്രാവശ്യം ഞാനല്ല തല്ലിയത്, അവനെ തല്ലിയ, കാര്യമില്ലാതെ തല്ലരുതെന്ന് പറഞ്ഞാൽ നിങ്ങളും ഒന്നും അറിയത്തില്ലേ? ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പൗരബോധം കണ്ടിട്ടില്ല. എന്നെ വെറുതെ എന്ത് ചെയ്യരുത്, തല്ലരുത്. ഒരു കുറ്റവും കണ്ടില്ലെന്ന് പറഞ്ഞിട്ടും അവനെ തല്ലി. എങ്ങനെ തല്ലിയെന്ന്
എന്നറിയാമോ? റോമൻ ചാട്ടകൾ കൊണ്ട് കൽത്തുറങ്കിൽ കുനിച്ച് കെട്ടിയിട്ടിട്ട് കുനിച്ച് നിർത്തി അടിച്ച്. റോമൻ ചാട്ടയ്ക്ക് പല ലെയറുകളുണ്ട്. എല്ലും മുള്ളും പല്ലും കുളത്തും ഈയക്കട്ടിയൊക്കെ ഉള്ള ആ ലെയർ കൊണ്ട് അടിച്ച് തകർത്തു. എന്തിനാ തകർത്തെന്നറിയാമോ? സംഗീതക്കാരൻ പറയുന്നു, ഉഴവുകാർ അവൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴുവ് ചാലുകൾ അവർ നീളത്തി കയറി. എന്തിനാ ഒരു കുറ്റവും ചെയ്യാത്തവനെ ഇതുപോലെ അടിച്ചത്? ഒറ്റ കാര്യത്തിന്. റോമർ 8:1. ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ന്യായപ്രമാണത്തിൻ്റെ ജഡത്താലുള്ള ബലഹീനത നിമിത്തം റോമർ 8:3 ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ അവൻ തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സ്വരൂപത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അറിയുക, എൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. എന്തിനവൻ ശിക്ഷിക്കപ്പെട്ടു? കർത്താവിൻ്റെ അന്ന് മുതൽ കർത്താവിൻ്റെ വരവ് വരെ ഈ ഭൂമി വരാൻ സാധ്യതയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളുടെയും മുഴുവൻ വ്യക്തികളുടെയും ശിക്ഷ ഒരുവൻ്റെ മേലായി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ രോഗങ്ങളെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അത് മാത്രമല്ല, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അവൻ്റെ പൂമേനി തകർന്നു. എന്തിന് തകർന്നു എന്നറിയാമോ? എന്തിന് തകർന്നു ചോദിച്ചാൽ എൻ്റെ കുറ്റം അവൻ്റെ മേലായി, അവൻ്റെ കുറ്റം അവൻ്റെ മേലായി. എന്തുകൊണ്ടായി? പാപം എന്തെന്നറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി കുറ്റം സഹിച്ച് അടിയേറ്റത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. Therefore there shall no condemnation for those who are in Christ Jesus. ഇന്ന് രാത്രി അറിയുക, എൻ്റെ കുറ്റം അവൻ്റെ മേലായതുകൊണ്ട് നമുക്കുണ്ടായത് ഒരു ഗുണമുണ്ട്. നമ്മുടെ നിത്യ ശിക്ഷാവിധിയിൽ നമ്മൾ ഒഴിവായി. പ്രിയരെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. വേണ്ടേ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. സനാതന മതത്തിൻ്റെ ഉപാജ്ഞാതാവായിരുന്ന ഒരു വലിയ ദാർശനികനായ ഇന്ത്യൻ ദാർശനികനായ മഹാനുഭാവൻ അദ്ദേഹത്തെ ഒരു വലിയ മതപ്രസംഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ആ സനാതന മതത്തിനെ കുറിച്ച് വളരെ ആഴത്തിലുള്ള പ്രഭാഷണം നടത്തിയപ്പോൾ ആ പ്രഭാഷണത്തിനൊടുവിൽ സാധു മിശ്രിത് ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അല്ലയോ മഹാനുഭാവ, പ്രഭാഷണം നന്നായിരുന്നു, പക്ഷെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു. ഷേക്സ്പിയറിന്റെ നാടകത്തിലെ ഒരു കഥാപാത്രം, ആ കഥാപാത്രം ഇങ്ങനെ പറയുന്നു, മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾക്കും എൻ്റെ കയ്യിലെ രത്നക്കറ കഴുകിക്കളയാൻ കഴിയത്തില്ല. ഞാൻ ആ കഥാപാത്രത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. നിങ്ങൾ എന്ത് ശിക്ഷ അവർക്ക് കൊടുക്കും? കഥയറിയാവുന്ന മഹാനുഭാവം പറഞ്ഞു, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. എന്ന എൻ്റെ കർത്താവ് മാത്രം പറയുന്ന ഒരു കാര്യം കണ്ടോ? നീ വെള്ളം കുടിക്കണ്ട, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണ്ട. നിന്റെ തെറ്റ്, ആ ശിക്ഷ എൻ്റെ മേലായി. നമ്മൾ സ്വതന്ത്രരായി. ഇന്ന് രാത്രി നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് നിത്യ ശിക്ഷാവിൽ നിന്ന് ഒഴിവാകാൻ ഒരേ ഒരു വഴി കർത്താവ് ഒരുക്കി. അവൻ ശിക്ഷയേറ്റു. ഈ ശിക്ഷയേറ്റത് കൊണ്ട് എനിക്ക് നിനക്ക് എന്താ ഗുണമുണ്ട്? പ്രിയരെ, ഞാൻ പോകുന്ന വഴിക്ക് കാല് തെറ്റി ഒരു കിണറ്റി വീണൊന്ന് വെക്കുക. ഞാൻ അവിടെ കിടന്നുകൊണ്ട് അലയിരുന്നു, എന്നെ രക്ഷിക്കണേ. അപ്പോൾ എൻ്റെ അപ്പൻ ഓടി വന്നൊന്ന് വെക്കുക. എന്താ ചെയ്യും? ഒന്നിൽ ഒരു കയറെടുത്തിട്, അല്ലെങ്കിൽ ഒരു തുണി, ഒരു സാരിയോ മുണ്ടോ എടുത്ത് പെട്ടെന്ന് കെട്ടോട്ട് ഇട്ടിട്ട് പറയും, കുഞ്ഞെ നീ ഇവത്തെ പിടിക്കാൻ പറയും. എൻ്റെ ഏക ജോലി അവത്തെ പിടിക്കുക. പിടിച്ചു കഴിഞ്ഞാൽ കരയ്ക്ക് നിൽക്കുന്നവൻ പൊക്കിയെടുക്കുക. ഇതുപോലെ പാപത്തിൻ്റെ കർമ്മകാണ്ഡങ്ങളിൽ കിടന്ന് ശിക്ഷയും കുറ്റബോധവും പേറി നിയമത്തിൻ്റെ ആ അവസ്ഥകൾക്കും മതത്തിൻ്റെ യാഗങ്ങൾക്കും അവരെ രക്ഷിക്കാൻ കഴിയാതിരുന്നപ്പോൾ വല്ലാതെ നിലവിളിച്ച മനുഷ്യൻ ഒരു വല്ലാത്ത കയറ്റി കിടന്നുകൊണ്ട് നിലവിളിച്ചപ്പോൾ സ്വർഗം അവന് വേണ്ടി ഒരു കയറിറക്കിയിട്ട് പറഞ്ഞു, നീ ഈ കയറെ പിടിച്ചാൽ മതി, ഞാൻ നിന്നെ പൊക്കിയെടുക്കുക. ആ കയർ ആരാ? നസ്രയനായ യേശു എന്ന കയറ്. എന്താ? പാപത്തിൻ്റെ ചേറ്റിലല്ലയോ കിടന്നത് ഓർത്ത് നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചത് എൻ ജീവിതം എന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദിവസം അവൻ എങ്കിലേക്ക് ചാഞ്ഞ് 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 വന്ന് ആ കരം എനിക്ക് വേണ്ടി തന്നപ്പോൾ ആ കരത്തിൽ ഒന്ന് കയറി പിടിച്ച അവിടെ നിന്റെ ശിക്ഷ മാറുകയാണ്. ഇന്ന് രാത്രി അറിയുക, പാപത്തിന്റെ ചേറ്റ് കയറ്റി കിടന്നിട്ട് ഓരോ ദിവസവും കരയറാൻ ശ്രമിക്കുമ്പോൾ കരയറാൻ വഴിയാതെ കിടക്കുകയാണെങ്കിൽ നിന്നെ സഹായിക്കാൻ ഒരു കരം ഇന്നുമുണ്ട്. ആ കരത്തിലേക്കൊന്ന് കരം കൊടുത്താൽ മതി. അവൻ നമ്മളെ പൊക്കിയെടുക്കുന്ന ദൈവമാണ്, പൊക്കിയെടുക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി മനസ്സിലാക്കുക, അവൻ നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു. എന്തിന്? നമ്മുടെ ശിക്ഷ മാറാൻ അവൻ ശിക്ഷയേറ്റു. പൈലാത്തോസ് ഓർത്തൊരു കാര്യമുണ്ട്, ശിക്ഷ കൊണ്ട് തീരുമെന്ന് ഓർത്തിട്ട് തീർന്നില്ല. മുൾക്കിരി പലസ്തീനയിൽ കിട്ടുന്ന വളരെ നീളമുള്ള വിഷലിപ്തമായ ഒരു ചെടി കൊണ്ട് ഒരു കിരീടം പണിഞ്ഞു. കിരീടം പണിയാൻ കാര്യമുണ്ട്. ഇവന്റെ മേലുള്ള കുറ്റം, ഇവൻ ആരാണ്? രാജാവാണ്. എന്ത് വേണം? കിരീടം വേണം. കൊടുത്തു കിരീടം. തങ്ക കിരീടമല്ല, സ്വർണ്ണ കിരീടമല്ല, കൊടുത്തു ഒരു മുൾക്കിരീടം. അത് ഭയങ്കര വിഷമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിച്ച് കൊത്തിക്കേറിയ കട്ടകാരം മുള്ളു കൊത്തുന്ന പോലെ വല്ലാത്ത കട്ടുകഴയ്ക്ക് ഈ മുള്ളു കൊണ്ട് തൻ്റെ തലയ്ക്കൊരു മുൾക്കിരീടം ഉണ്ടാക്കിയിട്ട് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. എന്തിന്? പട്ടുകുപ്പായം മാറ്റി കൊടുത്തു ഒരു കഴ. എന്തിനാണ്? രാജാവിന്റെ കൈ ചെങ്കോല് വേണ്ടേ? അടിച്ച് തകർക്കപ്പെട്ട അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് വിജാതീയനായ പീലാത്തോസ് ലോകത്തിന് പരിചയപ്പെടുത്തി. കണ്ടോ, ആ മനുഷ്യനെ കണ്ടോ? ഇത് വെറും മനുഷ്യനല്ല, ദൈവകുമാരൻ നമുക്ക് വേണ്ടി മനുഷ്യനായി മാറി നമുക്ക് വേണ്ടി അടിച്ച്
മരിച്ച് തകർക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അവന്റെ മീശ അവർ പിഴുതെടുത്തപ്പോൾ വായിച്ചിട്ടുണ്ട്, മീശ മാത്രമല്ല ആ മേച്ചുണ്ടി പലതും കീറിപ്പോന്നു. അതുകൊണ്ടാണ് യെശയ്യാവ് പറയുന്നത്, അവൻ കണ്ടാൽ ആളറിയാത്തവനെ പോലെ വിരൂപനായി മാറി. ഇന്ന് രാത്രി നിന്റെ വൈരൂപ്യം മാറ്റാൻ ഒരുവൻ തകർക്കപ്പെട്ടിട്ടുണ്ട്. നിന്റെ വൈരൂപ്യം മാറാൻ ഒരുവൻ തകർക്കപ്പെട്ടു. അതുകൊണ്ടാണ് യെശയ്യാവ് പറയുന്നത്, ആ ക്രിസ്തുവിന്റെ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ദീർഘദർശനത്തെ കണ്ടുകൊണ്ട് പറയുന്നു, അവനെ കണ്ടാൽ സുന്ദരനായിരുന്നു, പക്ഷെ അവനെ കണ്ടാൽ അറിയാത്തവനെ പോലെ അവൻ വിരൂപനായി മാറി. എന്തിന്? അവന്റെ അടിപ്പിണലുകളാ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ പാപത്തിന്റെ വൈരൂപ്യത്തെ മാറ്റുന്ന, നിന്റെ പാപത്തിന്റെ വൈരൂപ്യത്തെ മാറ്റുന്ന, നിന്റെ രോഗത്തിന്റെ തകർച്ചകളെ മാറ്റുന്ന ഒരു കർത്താവുണ്ട്. എന്തുകൊണ്ട് അവനത് ചെയ്യും? അവൻ തകർന്നത് നമ്മെ പണിയാൻ വേണ്ടിയാ. അവൻ തകർന്നത് നമ്മെ പണിയാൻ വേണ്ടിയാ. അവിടുന്ന് ശിക്ഷയേറ്റത് നമ്മളെ നിത്യ ശിക്ഷാവധിയിൽ നിന്നും നിത്യ നരകത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാ. എന്റെ യേശു തകർന്നു. ഇന്ന് രാത്രി തകർന്നവരെ പണിയുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും ആവേശത്തോടെ ഇവിടെ പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്റെ കർത്താവ്, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവ് ജനിച്ചത് ഒരു രാജകുടുംബത്തിലാണെങ്കിൽ ഞാൻ ഇത്രയും ആവേശത്തോടെ പ്രസംഗിക്കത്തില്ല. എന്നാൽ നസ്രയൻ ജനിച്ചത് ഒരു ആശാരിയുടെ വീട്ടിലാണ്. എന്താണ് ആശാരി? ശില്പിയുടെ വീട്ടിൽ. എന്താ അവർ ചെയ്യുന്നത്? അവരുടെ കയ്യിൽ ഒരു തച്ചുട, ഒരു സാധനം കൊടുത്ത്, ആ മരത്തിന് രൂപമില്ല, എന്നാൽ ഒരു നല്ല ശില്പിയുടെ കയ്യിൽ അത് കിട്ടിയാൽ അതിന് രൂപമുണ്ടാകും, അതിന് വിലയുണ്ടാകും. എന്നാൽ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ മനുഷ്യനെ പണിയുന്ന ശില്പിയെ? കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. തകർന്നവനെ പണിയുന്ന, കുടിച്ച് ചെങ്കണ്ണ് പോലെ നടന്നവനെ പണിതെടുക്കുന്ന, തകർന്ന പിരിയാനിരിക്കുന്ന കുടുംബങ്ങളെ പണിയുന്ന, മനുഷ്യനെ പണിയുന്ന ഒരു തച്ചനുണ്ട്. He is our boss. Our boss is a Jewish carpenter. ഇന്ന് രാത്രി നിന്നെ പണിയുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. നിന്റെ വിദ്യാഭ്യാസം തകർന്നതാണോ? നിന്റെ പ്രതീക്ഷ തകർന്നതാണോ? നിന്റെ കുടുംബജീവിതം തകർന്നതാണോ? നിന്റെ സാമ്പത്തിക നിലവാരം തകർന്നതാണോ? നിന്റെ വിദ്യാഭ്യാസം തകർന്നതാണോ? നിന്റെ ബിസിനസ് തകർന്നതാണോ? നിന്നെ പണിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേർ നസ്രത്തിലെ ഈശോ, നസ്രത്തിലെ യേശു, നസ്രത്തിലെ യേശു. ഇന്ന് രാത്രി ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് ചെല്ലെ തൊട്ട് ദൂത് പറയുവാണ്. നിന്റെ തകർച്ചകളെ മാറ്റുന്ന കർത്താവിന്റെ സാന്നിധ്യം ഈ പന്തലിനകത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ സ്വീകരിച്ച് തകർന്നവനെ പണിയുന്ന ദൈവം, തകർച്ചകളെ മാറ്റുന്ന ദൈവം, തകർച്ചകളെ മാറ്റുന്ന ദൈവം. അർഗ രഗജ രബന ഹദന റിഗല രഗജ രബന ഹംസ രബന ശഗന റിഗല ഉഡ ബന ദന രഗ ദഗന രഗന രഗന ശഗന രഗല ഹംദ രബന ഹബ്ത രഗജ രബന ഹംത രബന ഹബ്ത രഗജ റിബന. സ്തോത്രം, 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 സ്തോത്രം. എന്തുകൊണ്ട്? അവന് നിന്നെ പണിയാൻ കഴിയും. അവൻ തകർന്നത് നിന്നെ പണിയാൻ വേണ്ടി. അവിടുന്ന് മനുഷ്യനെ പണിയുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, മനുഷ്യനിലെ നഷ്ടപ്പെട്ട രൂപത്തെ, ഏതിനെ എന്തെല്ലാം പാപം വൈകൃതമാക്കിയോ അത് മുഴുവൻ മാറ്റി അവനെ രണ്ടാമത് ക്രിസ്തുവിൽ അവനെ സുന്ദരനാക്കുന്ന ആ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കുമ്പോൾ ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാകും? അവൻ തകരുന്നതിനെ പണിയുന്ന, തകർച്ചകളെ മാറ്റുന്ന ഒരു കാർപ്പൻ്ററാണ്. അവിടുന്ന് തകർന്നു നമ്മളെ പണിയാൻ വേണ്ടി. ഇതെൻ്റെ അനുഭവ പ്രിയരെ. ഞാൻ ജനിച്ച വീട് ഒരു തകർന്ന വീടൊക്കെ എന്ന് വേണേൽ പറയാം. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ, ഞാൻ മദ്യപാനിയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ 4 പാളിയുള്ള കതക് ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു 2-3 ചങ്ങലയൊക്കെ ഇട്ടിട്ട് പൂട്ടുമായിരുന്നു. അന്നത്തെ പഴയ ജനലുണ്ട്. ആ ജനലിൻ്റെ ഇതിന് മേളിൽ ഇങ്ങനെ തുറന്ന് കുറച്ച് എയർ സർക്കുലേഷന് വേണ്ടിയുള്ള പാളിയുണ്ട്. ആ പാളിയല്ല, അപ്പച്ചനും അപ്പനായും കൂടെ രാത്രി പലക വെച്ച് ആണിയടച്ച് മറയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? കുടിച്ചിരിക്കുന്ന അപ്പൻ്റെ ചേട്ടൻ രാത്രി വന്നിട്ട് ഡൈനാമിറ്റ് കത്തിച്ചിടാതിരിക്കാൻ വേണ്ടി, തോട്ട കത്തിച്ചിടാതിരിക്കാൻ വേണ്ടി എല്ലാ ജനലും അടച്ചു വെച്ചു. അന്ന് അകത്ത് ബാത്റൂം ഇല്ലാത്ത സമയം, പുറത്താണ് ബാത്റൂം. എല്ലാ കട്ടിക്കീഴയും ഗോളാമ്പി ഉണ്ടായിരുന്നു. കാരണം ഇറങ്ങാൻ പേടിയാ, കടാരമായിട്ട് പുറത്തൊരാൾ കാണും, ഏത് നിമിഷവും പ്രതീക്ഷിക്കുക. എന്നാൽ ആ വീട്ടിൽ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ യോഗത്തിന് വരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പണിയുന്ന ഒരുവൻ വന്നു. ഇന്ന് രാത്രി നിന്നെ പണിയുന്ന ഒരു ദൈവമുണ്ട്. നീ വീട്ടിൽ ദേശത്ത് നിന്ദിക്കപ്പെട്ടതാണെങ്കിൽ, നിന്റെ വീട് നിന്ദിക്കപ്പെട്ടതാണെങ്കിൽ, നിന്റെ വീടിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് അയൽക്കാർക്ക് നീ കൂത്തുകാഴ്ചയാണെങ്കിൽ, നാളെ അവർക്ക് നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു ദൈവത്തിന്റെ പണി നിന്റെ വീട്ടിൽ നടക്കുന്ന. ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരെ, നിന്റെ വീട് തകർന്നതാണോ? നിന്റെ ദാമ്പത്യം തകർന്നതാണോ? നിന്റെ കുഞ്ഞുങ്ങൾ വഴിതെളിച്ച് പോവുകയാണോ? ഇന്ന് രാത്രി യേശുവിനെ വിളിക്കുക. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ദാമ്പത്യം തകർന്നവരാണോ? ഇന്ന് രാത്രി കർത്താവ് പറയുക, നിന്റെ ദാമ്പത്യത്തിലേക്ക് യേശുവിനെ വിളിക്കുക. ദാമ്പത്യ ജീവിതത്തിലേക്ക് യേശുവിനെ വിളിക്കുക. നിന്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോയിരിക്കുകയാണോ? ഇന്ന് രാത്രി യേശുവേ എന്ന് വിളിക്കുക. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിദ്യാഭ്യാസം തകർന്നതാണോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ വിളിച്ചാൽ എത്ര കരിഞ്ഞ സ്വപ്നത്തെയും പുതിയ നാമ്പ് വെപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനാ?
ഉടകം രഗജം രഗലം ദിഗനം ശകനം രഗജം ധേരം ദൈഡം രഗജം ധാരം വൈഡം. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. അല്പസ്നാനം പ്രാപിച്ച എല്ലാ പ്രിയപ്പെട്ടവരും അതരങ്ങളെ തുറന്ന് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചാട്ട് ആ പ്രാർത്ഥന ഇവിടെ ഉയരുമ്പോൾ, ആരാധന ഇവിടെ ഉയരുമ്പോൾ എനിക്ക് ഉറപ്പാണ് ചില അകന്നതിനെ അടുപ്പിക്കുന്ന, താളം തെറ്റിയതിനെ ട്രാക്കിൽ കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുകയാണ്. അത് ഇതിനകത്ത് മാത്രമല്ല, ഈ ലൈവ് കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിന്റെ മദ്യപാനങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. രഹസ്യ പാപ സ്വഭാവങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറട്ടെ. പലപ്പോഴും ആഗ്രഹിക്കാൻ കഴിച്ചിട്ടോ കഴിയാത്ത ചില പാപ സ്വഭാവങ്ങൾ നിന്റെ ജീവിതത്തിന്റെ താളത്തെ തെറ്റിക്കുന്നത്, അതുമൂലം കുറെ നാളായിട്ട് കർത്തൃമേശ എടുക്കാൻ കഴിയാതിരിക്കുന്ന ചില വ്യക്തികളുടെ ദൈവം പറയുക, ഈ രാത്രി ദൈവത്തിന്റെ ആത്മാ പുതുവർഷം നിനക്ക് ജയത്തിന്റെ വർഷമാക്കി മാറ്റും. പുതുവർഷം നിന്റെ ജീവിതത്തിൽ ജയിക്കാൻ കഴിയാത്തതിനെ ജയിപ്പിക്കുന്ന വർഷമാക്കി മാറ്റുന്ന ഒരു വർഷമാക്കി മാറ്റും. പതിവ് പല്ലവി ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും കർത്താവ് അനുവദിച്ച ഒരു നല്ല ജീവിതം നയിക്കുമെന്ന് പറയാനല്ല, ഒരു ജയകരമായ ജീവിതത്തിന് വേണ്ടി യേശുവിനോടൊപ്പം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ. അടകം ധരകം ദിരകര രഗജം രഗലം ശകനം രഗജം രഗനം ഹദ്ദം ധേരം ധേരം അർക്കധേരം ശകനം ദിഗനം രഗജം രഗലം ശകനം ദിഗനം രഗജം രഗനം രഗലം ദഗനം രഗജം രഗനം. എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാണ്, ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൂര സ്ഥലങ്ങളിൽ ഈ വചനത്തിന്റെ വിടുതൽ നടക്കും. യേശുവിന്റെ നാമത്തിൽ ചില തകർന്ന കുടുംബങ്ങൾ ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പിൽ ദൈവം റിക്കൺസിലേഷൻ നടത്തുന്ന രാത്രിയാണ്. താളം തെറ്റിയ ചിലതിനെ മടക്കി വരുത്തുന്ന രാത്രിയാണ്. പിണങ്ങിയിരിക്കുന്ന ചിലർ ഇന്ന് രാത്രി ഒന്നാകുന്ന രാത്രിയാണ്. അതെ, കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചെല്ലോട് ദൂത് പറയുകയാണ്. ആ സാക്ഷ്യങ്ങൾ അധികം താമസിയാതെ നാം കേൾക്കൂ എന്നെന്റെ അന്തരാത്മാവിൽ ബോധ്യമുണ്ട്. ആ ആത്മനിയോഗത്തിൽ ഈ വചനത്തെ ഈ ജനത്തെ ഇന്ന് രാത്രി ഇവിടെ പറയപ്പെടുമ്പോൾ വചനം വന്നാൽ അതിന്റെ ക്രിയ ചെയ്യുന്ന ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി തകർന്നതിനെ പണിയുന്ന ഒരു ദൈവമുണ്ട്. രഗജ രബന ഹദല റിഗജ രബന ഹദ രഗജ രബന ഹന്ദ രബല ഹദന റിഗന ശഗന രഗല രഗജ അർഗ രഗന രഗന ഹബ്ദ രബല ഹദന റിബന ശമര രബന ഹദന റിഗല രഗജ രംദ രഗജ ഉടക രഗജ രബന ഹദന രഗന രഗന രബന റിബന ഹദന രഗന ഹംദ രേജ അർഗ ദേന രഗജ രബന ഹദന റിഗല രഗജ രംദ രബന ശഗന റിഗന അടക രഗജ രബന ഹദന റിഗന രഗല രഗജ രംദ രഗജ രബന അർഗ രഗന. അവിടുന്ന് തകർന്നു എന്തിനാ? നിന്നെ പണിയാൻ വേണ്ടി. അവിടുന്ന് തകർന്നു എന്തിനാ? നിന്റെ വൈരുപ്യം മാറ്റാൻ വേണ്ടി. അവിടുന്ന് തകർന്നു എന്തിനാ? നിന്റെ തകർച്ചകളെ മാറ്റാൻ വേണ്ടി. ഇന്ന് രാത്രി തകർച്ചകൾ മാറട്ടെ, രോഗബന്ധനങ്ങൾ അടിയട്ടെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ ആട്ടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് കർത്താവ് വചനം പറയുമ്പോൾ ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി ഇവിടെ നിവർത്തീകരിക്കപ്പെടട്ടെ. ഈ രാത്രി വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി പകരപ്പെടുന്ന രാത്രി, വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്ന രാത്രി വിശ്വാസത്തോടെ സ്വീകരിച്ചാട്ട്, വിശ്വാസത്തോടെ സ്വീകരിച്ചാട്ട്. അർഗോ രഗജോ റിബനോ ശകനോ രഗലോ അർഗം ദഗനം റിഗജം രഗനം. പ്രാക്ക് തെറ്റി ഓടുന്ന ചില തലമുറകളെ ദൈവം മടക്കി വരുത്തുന്നു. അതോർത്ത് കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന ചിലരെ ഇന്ന് രാത്രി ദൈവം കാണുക. ഇന്ന് രാത്രി നിന്റെ കുഞ്ഞിനെ മടക്കി വരുത്തുന്ന രാത്രി. അവൻ എവിടെയാണോ വിശ്വാസത്തോടെ ഇന്ന് രാത്രി ആ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തിയാട്ട്, ആ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തിയാട്ട്. എവിടെ ഊരാക്കുടുക്കിൽ പെട്ടുകിടക്കുന്ന ചില ബന്ധങ്ങളെ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ശക്തി നിന്റെ കണ്ണീര് വീണ് കിടക്ക നനച്ചിരിക്കുന്ന വലിയ കർത്താവെ, ഞാൻ ലജ്ജാവിഷയമാകും, ഞാൻ നിന്ദിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്ന ചിലരോട് കർത്താവ് പറയുക, നിന്റെ നിന്ന മാറ്റാനാ അവൻ തുപ്പലേറ്റത്, നിന്റെ നിന്ന മാറ്റാനാ അവൻ തുപ്പലേറ്റത്. അവൻ പടയാളികൾ അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി, അവന് തുടയ്ക്കാൻ ആരും കർച്ചീഫ് കൊടുത്തില്ല, അവന് തുടയ്ക്കാൻ ഒരു കർച്ചീഫ് ഇല്ലായിരുന്നു, ടിഷ്യൂമായിട്ട് ആരും പുറകെ ഇല്ലായിരുന്നു. അവനത് വഹിച്ച് എന്തിനാ? ഇനി നീ നിന്ദിക്കപ്പെടാതിരിക്കാൻ. ഒരുവൻ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, വിശ്വസിക്കാമോ? നിന്റെ നിന്ന മാറ്റാൻ, നീ നിന്ദിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരുവൻ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ നിന്റെ കുഞ്ഞുങ്ങൾ മൂലം നിന്ദിക്കപ്പെടാൻ, നിന്റെ വിഷയങ്ങൾ മൂലം നിന്ദിക്കപ്പെടാൻ കർത്താവ് അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി ചിലരെ നോക്കി ദൈവാത്മാവ് ദൂത് പറയുമ്പോൾ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർ ഇന്ന് രാത്രി ഏറ്റെടുത്താട്ട് അവരെവിടെയാണെങ്കിലും വിശ്വാസത്തോടെ സ്വീകരിച്ചാണ്. വചനത്തോടെ ഏറ്റെടുക്കണം, വചനത്തെ ഏറ്റെടുക്കണം. ഇന്ന് ആത്മശരീരത്തിലാണെങ്കിൽ 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ നടുവി വരുമെന്ന് പറഞ്ഞ് എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ കർത്താവിനോട് പറയുന്നു, നീ നിന്ദിക്കപ്പെടേണ്ടടുത്ത് അവൻ തുപ്പലേറ്റത് ഇനി നീ നിന്ദിക്കപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ നിന്നയെ മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. കണ്ടോ, ക്രൂശിൽ കിടക്കുന്നു,
ആളറിയാത്തവനെ പോലെ തകർന്നു. അവന്റെ മുഖം വൈരൂപ്യപ്പെട്ടു, അവൻ നിന്ദിക്കപ്പെട്ടു. എന്തിന്? നിന്റെ നിന്ന മാറ്റാൻ, എന്റെ നിന്ന മാറ്റാൻ ആരേശുവേ എന്ന് വിളിക്കുമോ? ആരേശുവിനെ സ്വീകരിക്കുമോ? റേഗോ രഗനം ശകനം റിഗലം ദഗനം രഗജം രഗനം ശകനം റിഗലം രഗജം രഗനം ദഗനം രഗജം രഗനം ഹത്തൽ കേറും അർക്കല വൈഡവർ അന്തല വച്ചന വൈഡവർ അന്തല ഭത്തുര വച്ചൽ ഘടകം ദിരകം. അനുഗ്രഹീത ദൈവദാസന്മാരുടെ ഒരു വലിയ നിര ഇവിടെയുണ്ട്. അഭിഷേക്ത ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി ചിലണം നിന്ന മാറുന്ന രാത്രിയാ. നിനക്കൊരു വല്ലാത്ത ഭയം നിന്നെ വേട്ടയാടുന്നുണ്ട്. പുറത്തിറങ്ങാൻ ഞാൻ നിന്ദിക്കപ്പെടുമോ? കർത്താവ് ഇന്ന് രാത്രി ഉറപ്പായിട്ട് പറയുക, നിന്നെ നിന്ന മാറ്റാൻ അവൻ നിന്ദിക്കപ്പെട്ടെങ്കിൽ ദേനം ശകനം റിഗജം രഗലം ദിഗനം രഗജം രഗനം രഗജം രഗലം ദിഗനം രഗജം രഗനം രഗലം രാജം വൈഡം ഉടക രഗജ ശകന റിഗല രഗജ രഗന രഗല രഗജ രഗന ശകന രഗജ അർഗ ദഗന റിഗന ശകന രഗന ദിഗന രഗജ രഗന ശകന രഗല രഗജ രഗന. എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുക. എനിക്കത് ആത്മാവിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി നടക്കുന്ന വിടുതലുകൾ ഞങ്ങൾ ആത്മമണ്ഡലത്തിൽ കാണുന്നുണ്ട്. ഇന്ന് രാത്രി പ്രസംഗിക്കപ്പെടുന്ന ഈ വചനം അതിന്റെ ശക്തി, അതിന്റെ ദൗത്യം നിർവഹിക്കുന്ന രാത്രിയാണ്. വിശ്വാസത്തോടെ അത് സ്വീകരിക്കുക, വിശ്വാസത്തോടെ അതിനോട് പ്രതികരിക്കുക. ഇന്ന് രാത്രി വചനം നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്ന രാത്രി. കാഴ്ചക്കാരിവിടെ ഇല്ല, കാഴ്ചക്കാരിവിടെ ഇല്ല, കാഴ്ചക്കാരിവിടെ ഇല്ല. പന്തലിന്റെ പുറകിരിക്കുന്നവർ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, പന്തലിന്റെ പുറത്തിരിക്കുന്നവർ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ്. കാരണം അവൻ തകർന്നത് നിന്നെ പണിയാൻ വേണ്ടി, അവൻ നിന്ദിക്കപ്പെട്ടത് നിന്നെ നിന്ന മാറ്റാൻ വേണ്ടി, അവൻ ലാഭമായത് നമ്മുടെ ശാപം മാറ്റാൻ വേണ്ടി ആണെങ്കിൽ ഇന്ന് രാത്രി നമ്മെ പണിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ശബ്ദ രഗജ രബന ഹദന റിഗല രഗജ രബന ഹദന റിഗല ശകന രഗല രഗജ ഉടക രബന ഹദന രഗല രഗജ രബന ഹദന റിഗല ശകന രഗജ രബന ഹദ ഓരെ കരത്ത രബന ശകന റിഗന രഗല രഗജ രബന. ആ മനുഷ്യൻ നിന്ദിക്കപ്പെട്ടു. വീണ്ടും കർത്താവ് പറയുന്നു, ആ മനുഷ്യൻ നിന്ദിക്കപ്പെട്ടു. എന്തിന്? നിന്റെ നിന്ന മാറ്റാൻ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേ കയറി. അവൻ തകർന്നത് നമ്മെ പണിയാനാ. യേശുവിൻ നാമത്തിൽ രോഗസൗഖ്യത്തിന്റെ രാത്രിയായി ഈ രാത്രി മാറട്ടെ. വിശ്വാസത്തോടെ പറയുക, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം അന്തമിരിക്കുന്നു. ഇന്ന് രാത്രി രോഗസൗഖ്യത്തിന്റെ രാത്രി. വിശ്വസിക്കുക, യേശു രോഗികളെ സൗഖ്യമാക്കും. പാപമോചനം ഉള്ളിടത്ത് രോഗസൗഖ്യമുണ്ട്. ഇന്ന് രാത്രി കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. മാനസിക അസ്വസ്ഥതകൾ മാറട്ടെ, മെന്റൽ ഡിപ്രഷൻസ് മാറട്ടെ, നിരാശയുടെ പുതപ്പ് ഇന്ന് രാത്രി കർത്താവ് മാറട്ടെ. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാണ്. മനസ്സിന് സ്തുതി എന്ന മേലാട. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാൽ ക്രൂശിൽ നടക്കുന്നത് വലിയൊരു കൈമാറ്റമാണ്. അവൻ തകർന്നത് നമ്മെ പണിയാൻ, അവൻ തകർന്നത് നമ്മെ പണിയാൻ.
രാജകരയിടും വർഗലരാജം ഗൂഢപരന്തം വർഗത്തേനം ശ്രീകധാരം കാവലമൈടും വർഗത്തേനം ഗൂഢപരക്ഷം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അർഗൽ ഘടകം ധികനം ഘകനം ഘകനം ശകനം ധികനം ഘകനം 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 അർഗത്തേരം ശൈലോദ്ധാരം രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. പെന്തക്കോസ്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇത് സ്വാതന്ത്ര്യമുള്ള കൺവെൻഷനാ. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിച്ചാണ്. ആ മനുഷ്യനെ ഇതാ ഉൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിപ്പിച്ച് അവനെ ആടിപ്പിച്ച് പുറത്ത് കൊണ്ടുവന്നു. പിലാത്തോസ് ഓർത്തു അതുകൊണ്ട് അവർ തൃപ്തരാകുമെന്ന്. പക്ഷേ അവർ പറഞ്ഞു അവനെ ക്രൂശിക്കണം. ക്രൂശിക്കാൻ വേണ്ടി ഗോൽഗുത്തയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ വേഗത്തെ അവസാനിപ്പിക്കാം, യോഗം തീർന്നില്ല. 2-3 മിനിറ്റുകൾ. അങ്ങനെ കൊണ്ടുപോയിട്ട് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. എന്തിനാ എൻ്റെ കർത്താവിനെ നടുവിൽ ക്രൂശിച്ചെന്ന് അറിയാമോ? ഏറ്റവും വലിയ നടുക്ക് കിടക്കുന്നവൻ പെരുങ്കള്ളനാണെന്ന് കാണിക്കാൻ വേണ്ടി അവനെ നടുക്ക് ക്രൂശിച്ചു. എന്നാൽ എൻ്റെ കാര്യം അറിയുക, എൻ്റെ കർത്താവിൻ്റെ സ്ഥലം എപ്പോഴും നടുക്കാണ്, 2 കള്ളന്മാരുടെ നടുക്ക്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഞങ്ങളുടെ സഭയെ പ്രസംഗിച്ചു. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിൽ അടച്ചിരിക്കെ യേശു താനും അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി അവൻ ഇവിടെ വന്നിട്ടുണ്ട്. എവിടെ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ നടി വരുന്ന ദൈവം നിനക്ക് സമാധാനമായിട്ട്
അവന് അവിടുത്തെ ക്രൂശിച്ചു. എന്തിനാ കർത്താവിനെ ക്രൂശിച്ചെന്നറിയാമോ? ഗലാത്യർ 3 അവിടെ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെ മുകളിലോ ശാപത്തിന്റെ ബന്ധനങ്ങൾ അപ്പം വഴി അമ്മ വഴി ഒക്കെ വരും. എൻ്റെ വീട് ശാപം പിടിച്ചൊരു വീടായിരുന്നു. ഞാൻ പറഞ്ഞു നിർത്താൻ പ്രിയരെ, ഞാൻ പലയിടത്തും പ്രസംഗിക്കുന്ന കാര്യം. എൻ്റെ വീട് ശാപം പിടിച്ചൊരു വീടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചു. എൻ്റെ അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് ഞാൻ അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ ചേട്ടൻ കൂടി ചാടി വരികയാണ്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ നിനക്കറിയാമോ ഇത് അപ്പച്ചൻ്റെ കുറ്റം? ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നപ്പച്ചൻ എന്തോ ചെയ്തിട്ടാണ് ഇത് പറ്റിയത്? അപ്പച്ചൻ എന്നോട് പറഞ്ഞു, തോട്ടത്തിൽ എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്നു, കുടിയിറക്കാൻ പോയതാ. കുടി ഇറക്കി ചെല്ലുമ്പോൾ ഒരു കുടില്ല, ഒരു പാവം പിടിച്ചൊരമ്മ, ഒരു കൊച്ചു കുഞ്ഞ്. അപ്പോൾ അവർ അപ്പച്ചൻ്റെ കയ്യും കൂപ്പി പറഞ്ഞു, ഏമാനെ ഇറക്കി വിടല്ലേ, കഞ്ഞി കിടന്ന് തിളയ്ക്കുക, ഇച്ചിരി കഞ്ഞി കിടന്ന് തിളയ്ക്കുന്നുണ്ട്. എരന്ന് മേടിച്ച കഞ്ഞി ഈ കുഞ്ഞിന് അന്നാഹാരം കൊടുത്തിട്ട് 2-3 ദിവസമായി. ഞാനിതങ്ങ് കൊടുത്തിട്ട് ഇറങ്ങിക്കോളാം. എവിടെ വെള്ളമല്ലേ, ഗണ്ടുകളും എല്ലാം ഉണ്ട്. അന്നത്തെ ആ തടിമിടുക്കിൽ, അഹങ്കാരത്തിൽ, ദാഠ്യത്തിൽ ഒറ്റ തൊഴി ആ കഞ്ഞിക്കാലത്തെ അത് തെറിച്ച് കൊച്ചൻ്റെ ദേഹത്തം കണ്ട് വീണു. അതിനെ വാരിയെടുത്തോണ്ട് ഇത് അമ്മ പുറത്തിറങ്ങിയപ്പോഴേ കുടിലും തീ ഇട്ടു. കത്തുന്ന കുടിലിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അമ്മ പ്രാഗി, നിന്റെ സന്തതി വെള്ളമിറങ്ങി ചാകത്തില്ലെന്ന്. ഞാൻ സാക്ഷ്യം വഹിച്ചതാ. രക്ഷിക്കപ്പെടാത്ത എൻ്റെ അപ്പൻ്റെ ചേട്ടൻ എൻ്റെ കയ്യിൽ കിടന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വെള്ളമിറങ്ങാതെ കുടല് പൊട്ടിച്ചാകുന്നത് ഞാൻ കണ്ടു. എൻ്റെ കുടുംബത്തിലെ കാര്യമാണ്. എന്നാൽ ഞങ്ങളുടെ കുടുംബ ലീനേജിന്ന് ഒരു ശാപം മാറ്റാൻ കാര്യമുണ്ട്. ഒരുവൻ ശാപമായി. എന്തിന്? എൻ്റെ ശാപം മാറ്റാൻ ഇന്ന് രാത്രി എന്തോ ഒന്ന് വേട്ടയാടുകയാണോ? ഒരു നീരാളി പോലെ എന്തെല്ലാം ചെയ്തിട്ടും ശരിയാകുന്നില്ല. എവിടെയോ ഒന്ന് പിന്തുടരുന്നു. നിന്നെ പിന്തുടരുന്ന ഒരു ശാപത്തിൻ്റെ കെട്ടിനെ അഴിക്കാൻ കഴിവുള്ള ഒരാളുണ്ട്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്ന പോലെ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം പറയുന്നു, നിനക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്തും മായിച്ച് ക്രൂശി തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇന്ന് രാത്രി പിന്തുടരുന്ന ശാപശക്തികളെ, വേട്ടയാടുന്ന ചില അവകാശങ്ങളെ കത്തിച്ചു കളയുന്ന ഒന്നുണ്ട്. ക്രൂശിന്റെ ശക്തി വിശ്വസിച്ചേറ്റെടുക്കുക. നിനക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളയുന്നു. ഈ പ്രസംഗിക്കുന്ന വചനത്തിന്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാ. എന്നാൽ ഒരുവൻ വിശ്വസിച്ച് അതിനെ തൊട്ടാൽ അവനിലേക്ക് വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ശാപത്തിന്റെ കെട്ടുകൾ അവിടെ തകരും. ശാപത്തിന്റെ കെട്ടുകൾ അവിടെ തകരും. ഇന്ന് രാത്രി ആ ശാപങ്ങൾ മാറുന്ന രാത്രിയായി മാറട്ടെ. എവിടെയോ അപ്പം പച്ചമുന്തിരിങ്ങ നിന്നുകൊണ്ട് നിന്റെ പല്ല് പുളിക്കണ്ട. ശാപത്തിന്റെ കെട്ടിനെ അഴിക്കുന്ന ഒന്നുണ്ട്, ക്രൂശിന്റെ ശക്തി. വിശ്വസിക്കാമോ? അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ ശാപമായി. എന്തിന്? ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ. കരമുയർത്തി പറഞ്ഞ്, എൻ്റെ യേശു ശാപമായത്. ഞാൻ വാക്കുകളെ അവസാനിക്കും ഒറ്റ വാക്ക്. എനിക്ക് ഈ ദേവസുകളായിട്ട് ഭയങ്കര ഒരു സന്ദേശം തന്നത്. നമ്മുടെ കർത്താവ് യെരൂശലേമിലേക്ക് വന്നത് എന്തിൻ്റെ പുറത്താ? കുതിരപ്പുറത്താണോ കഴുതപ്പുറത്താണോ? കഴുതപ്പുറത്താ. ഞാൻ കർത്താവിനോട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. ഞാൻ ചെന്ന് കർത്താവായിട്ട് സംസാരിച്ചു, കർത്താവേ അങ്ങ് കുതിരപ്പുറത്ത് വരണ്ടായിരുന്നു, അല്ലേ മോശമല്ലേ, ഒരു രാജാവല്ലേ? കർത്താവ് എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഞാൻ കുതിരപ്പുറത്താ വന്നിരുന്നെങ്കിൽ അതിനൊപ്പം എത്തണമെങ്കിൽ നിങ്ങൾ ഓടണമായിരുന്നു, വേണ്ടായിരുന്നോ? വേണമായിരുന്നു. കഴുതപ്പുറത്ത് വന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്, കുഞ്ഞുങ്ങളോടുള്ള ഒരു ദൂതാണ്. എന്തിനാ എൻ്റെ കർത്താവ് കഴുതപ്പുറത്ത് വന്നറിയാമോ? കുതിരപ്പുറത്താ വന്നിരുന്നെങ്കിൽ ഇവിടെ പ്രിയമുള്ളവരെ അബ്ദുൽ കലാമിനെ പോലുള്ളവർക്കോ ഇവിടെ നമ്മുടെ ശശി തരൂരിനെ പോലുള്ളവർക്കോ ബുദ്ധിജീവികൾക്ക് മാത്രമേ ഓടിയെത്താൻ ഒക്കത്തുള്ളായിരുന്നു. എന്നാൽ നിന്റെ മോനും പൊട്ടനാണെങ്കിലോ അവന് നടന്നെടുക്കാവുന്ന പാകത്തിൽ ഒരാൾ വന്നിട്ടുണ്ട് കഴുതപ്പുറത്ത്. ഇന്ന് രാത്രി വിദ്യാഭ്യാസത്തിൽ മോശമാണോ? നിന്റെ കുഞ്ഞ് മോശമാണോ? അവനെ കൂടെ നടക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ മക്കളോടും പറയുക, നിങ്ങൾ പഠിക്കാൻ മോശമാണെങ്കിൽ ഒരു കസേര ഇട്ടിട്ട് കർത്താവിനെ കൂടി ഇപ്പുറത്തിരിക്കണം. വിശ്വാസത്താൽ ഒരു ചെയർ ഇട്ടിട്ട് പറ, യേശുവേ എൻ്റെ കൂടെ ഇരിക്കാൻ പഠിക്കണം, എൻ്റെ കൂടെ നീ ഇരിക്കണം. നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ വന്നത് കഴുതപ്പുറത്ത്. ഇന്ന് രാത്രി എൻ്റെ തലമുറ ഓർത്ത് ഭാരപ്പെടുന്നു. കർത്താവ് പറയുക, അവൻ സ്ലോ ആണെങ്കിൽ നീ നോക്കിക്കോ, നമ്മൾ നോക്കിക്കോ. വിശ്വാസത്താൽ ഇന്ന് കണ്ട് അളവന്നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, ഭാവി കാലം ഓർത്ത് ഞങ്ങൾ പുഞ്ചിരി തൂകുന്നു. നിന്റെ പിമ്പനെ മുമ്പനാക്കുന്ന ദൈവമുണ്ട്. എന്തിനാ അവിടുന്ന് വന്നത്? എങ്ങനെയാ വന്നത്? കഴുതപ്പുറത്ത് വന്നൊരു കർത്താവുണ്ട്. ഇന്ന് രാത്രി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നേടിയെടുത്ത ആ ജയത്തെ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തെ ചേർന്ന് പാടാമോ? നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ. ആ പാട്ട് പാടുമ്പോൾ ശാപക്കെട്ടുകൾ അഴിയും. പിന്തുടർന്ന ചില ശക്തികൾ, തകർച്ചകൾ ഇന്ന് രാത്രി മാറും. ഭാരങ്ങൾ മാറും. ഇന്ന് രാത്രി ആ സന്തോഷത്തോടെ കരമടിച്ച് we are going to celebrate the victory that Christ gained on the cross. യേശു നമുക്ക് വേണ്ടി നേടിയെടുത്ത ആ രക്ഷയുടെ സന്തോഷത്തെ ഇന്ന് രാത്രി ഒന്ന് ആഘോഷത്തോടെ. മക്കളെ, നിങ്ങളെ കുമ്പിക്കൊണ്ടിരുന്ന ദൈവമുണ്ട്. വിശ്വസിച്ചോ? കർത്താവിനോട് കരം പിടിച്ചോണം, കർത്താവിനോട് ചേർന്ന് നടന്നോണം. യേശുവേ ചേർന്ന് പാടിക്കേ, കരമടിച്ച് പാടിക്കേ.
ഹല്ലേലൂയ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ജീവശക്തിയാണ്. കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന വ്യക്തികൾ വ്യാപരിക്കുന്ന ശാപത്തിന്റെ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ അഫലമാകട്ടെ. യേശുവിൻ നാമത്തിൽ ശാപങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന തലമുറകളായിട്ടുള്ളതായ കൊടിയ ശാപങ്ങൾ യേശുവിന്റെ രക്തത്താൽ യാഗമായി തീർന്നു. രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി യേശു ജീവൻ നൽകി. ഇന്ന് രാത്രികാലം എന്റെ കുടുംബത്തിലുള്ള ശാപങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ആരാധിക്കുന്നത് സന്തോഷമാണെങ്കിലും സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് എന്നോടാണ് സംസാരിച്ചതെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ആയിരങ്ങളൊക്കെ പറയാൻ കഴിയും. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളോടും ഓരോ കുഞ്ഞുങ്ങളോടും ഓരോ വ്യക്തികളോടും ഓരോ കുടുംബത്തോടുള്ളതായ ദൂതാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കാര്യങ്ങൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആ
ആരാധന വിടുതലായി തീരട്ടെ. പട്ടാമ്പി സെന്ററിന്റെ ശുശ്രൂഷകൻ പാസ്റ്റർ ചാക്കോ ദേവസ്യ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ നടക്കുന്ന മഹായോഗത്തിൻ്റെ 4ാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നമ്മൾ വ്യക്തമായി നമ്മൾ സംസാരിച്ചല്ലോ. 2018 ചില ദിവസങ്ങൾ മാത്രം നമ്മൾ മുന്നിൽ ശേഷിക്കുന്നു. 2018 അനർത്ഥങ്ങൾ നമ്മുടെ തലയ്ക്കും ഇതേ കടന്നുപോയി. അനേക ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ, അനേക ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ, അനേക അപ്പനമാർക്ക് കുഞ്ഞുങ്ങളൊക്കെ ലോകത്ത് മാറ്റപ്പെട്ടു. അനേക സമ്പത്തെല്ലാം നഷ്ടമായപ്പോൾ ദൈവം നമ്മൾ സൂക്ഷിപ്പതങ്ങൾക്കായി നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കപ്പെടാകട്ടെ. ജോൺസൺ ദാനിയേലിനെയും കുടുംബത്തെയും കൂട്ടുപ്രവർത്തകരെയും ദൈവസഭകളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവേ 2019 ഞങ്ങൾക്ക് ദാനമായി കർത്താവ് നൽകുന്നെങ്കിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ. 26ാമത് ചെറുവക്കൽ കൺവെൻഷനിലെ ആത്മീയ ആരാധനയും ദൈവവചന ശുശ്രൂഷയും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വിടുതലിനും സന്തോഷത്തിനും ആനന്ദത്തിനും കാരണമായി തീർന്നുവെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, മറ്റൊരുത്തരും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റ് ഒരു നാമവുമില്ല. പ്രിയ ശ്രോതാവേ, നിങ്ങൾ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മ നിറവിൽ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പ്രഭാഷണങ്ങളും ശക്തമായ ആത്മീയ ആരാധന അടങ്ങുന്നതായ DVD ലഭിപ്പാൻ ദയവായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഇന്ത്യയിൽ മിസ്റ്റർ സാംസി ഡാനിയൽ, ഫോൺ നമ്പർ 9447766316. അമേരിക്കയിൽ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ 713-277-8647. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.